ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന യുഗാന്ത്യത്തെക്കുറിച്ചാണ്. യുഗാന്ത്യത്തെക്കുറിച്ച് ഇത് സാധാരണ നമ്മുടെ കാറ്റിസം കുട്ടികൾക്കൊക്കെ ഒത്തിരി ചോദ്യങ്ങളുള്ള, ആശങ്കകളുള്ള, സംശയങ്ങളുള്ള ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മരണം, മരണത്തിനപ്പുറം എന്ത്, മരണാനന്തര ജീവിതം, വിധി അതെങ്ങനെയാണ്, സ്വർഗം, നരകം, ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരേണ്ടത്. ഇതെല്ലാം നമുക്ക് പൊതുവിൽ എല്ലാത്തിനെ കുറിച്ചും അറിയാവുന്ന പോലെ വളരെ വളരെ വിപുലമായ വിഷയങ്ങളാണ്. ഒത്തിരി ചോദ്യങ്ങൾ ഉൾച്ചേരുന്ന വിഷയങ്ങളാണ്. എന്നാലും ഒരു ഇത്തിരി സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ബേസിക്സ് ഒക്കെ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് പരിചയപ്പെടുത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഉയർപ്പിനെ കുറിച്ചാണ്. മരണം, ഉയർപ്പ് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഇനി മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യം നമുക്ക് പറയേണ്ടത്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, നമ്മൾ സാധാരണ എന്തിനാണ് മരണം എന്ന് പറയുന്നത്? ഒരാൾ ജീവൻ പോയി എന്നാണ് ആളുകൾ സാധാരണ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവൻ പോയി എന്നാണ്. സത്യത്തിൽ എന്താണ് മരണം? മരണം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപിരിയലാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു ജീവൻ പോകുന്നതല്ല വിഷയം. പകരം ആത്മാവും ശരീരവും വേർപിരിയുന്നു. അത് രണ്ടും സംയോജിച്ച് ഒരു വ്യക്തി ആയിരിക്കുന്ന ഒരു വ്യക്തി, ഒരാൾക്ക് അതിന്റെ പൂർണ്ണത ഉണ്ടായിരിക്കുന്ന ആത്മാവ് ശരീരവും കൂടെ കൂടി ചേർന്നിരിക്കുമ്പോഴാണ് ആത്മാവ് ശരീരം വേർപിരിയും. ആത്മാവ് ശരീരം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത്, അതെങ്ങനെയാണ് വേർപിരിയുന്നത് എന്ന് തുടങ്ങുന്ന വിഷയങ്ങളിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത്. ആദ്യം നമുക്ക് ശരീരത്തെക്കുറിച്ച് പറയാം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് CCC ശരീരത്തെക്കുറിച്ച് പറയുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേറെ ചില കാര്യങ്ങളാണ്. ശരീരം എന്ന പദം മനുഷ്യനെ അവന്റെ ദുർബലതയുടെയും അമർത്യതയുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബോഡി തന്നെയാണ്. സത്യത്തിൽ എന്താണ് ആ ബോഡി? അത് മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ ഏരിയയാണ്. എന്ന് വെച്ചാൽ ആത്മാവ് നിത്യതയിൽ നിലനിൽക്കുന്നെങ്കിൽ ശരീരം ക്ഷണികമായിട്ടാണ് നിലനിൽക്കുന്നത്. ശരീരത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അസുഖം വരുന്നു എന്നുള്ളത് മാത്രമല്ല, ശരീരത്തിന് ഒരു സ്പേസ് ആവശ്യമുണ്ട്. ഒരു ഏത് പ്രപഞ്ചത്തിലാണെങ്കിലും ഇതിന് ഉൾക്കൊള്ളാനായിട്ട് അതിന്റെ വലുപ്പത്തിലുള്ള ഒരു ഏരിയ അതിനാവശ്യമുണ്ട്. മനുഷ്യന് എവിടെയെങ്കിലും അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ശൂന്യതയിൽ അങ്ങനെ വ്യാപരിച്ച് കിടക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക സ്ഥലം ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇങ്ങനെ നടക്കുന്ന ഒത്തിരി ലിമിറ്റേഷൻസ്, പരിമിതികൾ ഒരാൾക്ക് ഉണ്ടാക്കുന്നത് ശരീരമാണ്. അസമയം ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ ആത്മാവിന് ഇങ്ങനത്തെ പരിമിതികളോ ബൗണ്ടറികളോ ഒന്നുമില്ല. അപ്പം ശരീരം ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ അതൊരു പരിമിതിയാണ് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ഉത്ഥാനം ചെയ്യുന്നത് എന്താണ്? ഉത്ഥാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഉത്ഥാനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും എപ്പോഴും ആൾക്കാർ പറയാറുള്ളത് എന്താണ് മരിച്ചു കഴിയുമ്പോൾ ഉത്ഥാനം ചെയ്യുന്നത്? പറയൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താണ് ഉത്ഥാനം ചെയ്യുന്നത്? ആരെങ്കിലും ഒക്കെ പറ. ഞാൻ പേര് വിളിക്കാം. ആത്മാവ്, ശരീരം, ഒത്തിരി പേർക്ക് അന്ത്യവിധി. ഒത്തിരി പേർക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ആത്മാവ് ഉത്ഥാനം ചെയ്യുന്നതാണ്. ആത്മാവ് ഉത്ഥാനം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആത്മാവ് മരിക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഉത്ഥാനം ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മാവ് നിത്യതയിലുള്ളതാണ്. ആത്മാവിന് ഒരിക്കലും നാശമില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാവ് അങ്ങനെ തന്നെ നിലനിൽക്കും. ശരീരമാണ് ഉത്ഥാനം ചെയ്യുന്നത്. നമ്മൾ അതാണ് വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ഏറ്റുചൊല്ലുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അധികം അവെയർ അല്ലാത്തത്. വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന ആത്മാവിന്റെ ഉയർപ്പിലും എന്നാണോ? ശരീരങ്ങളുടെ ഉയർപ്പിലും എന്നാണ് നമ്മൾ എന്നും ഏറ്റുചൊല്ലുന്നത്. ശരീരങ്ങളുടെ ഉയർപ്പിലും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര സത്യമാണ്. ശരീരത്തിന്റെ ഉയർപ്പ്. ഒരു മനുഷ്യൻ ഉയർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ ഉയർപ്പിന്റെ സമയത്ത് ആ വ്യക്തിയുടെ ശരീരം ആളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. ഇത് പറയുന്നതിന് മുൻപ് മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ? മരിക്കുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു തുടങ്ങിയായിരുന്നു. മരിക്കുന്ന സമയത്ത് ആത്മാവും ശരീരവും വേർപിരിയും. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറും. എന്ന് വെച്ചാൽ പിന്നീട് ആ നിമിഷം മുതൽ ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലാണ്. ആത്മാവിന് പിന്നീട് ഭൂമിയായിട്ടോ നമ്മുടെ ലോകവുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഈ മരിച്ച ആത്മാക്കൾ തിരിച്ചു വരികയോ ഇതിലെ അലഞ്ഞു നടക്കുകയോ ഒരു 6-7 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയോ, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് പൂർത്തീകരിക്കാൻ വേണ്ടി മടങ്ങി വരികയോ, ആരുടെയെങ്കിലും മേൽ ഈ ആത്മാവ്, ഒരാളുടെ ആത്മാവ് അയാളെ വിട്ടിട്ട് വേറൊരാളുടെ മേൽ പ്രവേശിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഒരു മനുഷ്യന് ഒരു ആത്മാവാണുള്ളത്. അപ്പോൾ ആ ആത്മാവ് ഉണ്ടായിരിക്കെ മറ്റൊരു ആത്മാവിന് ആ വ്യക്തിയിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഒരാത്മാവ് ഒരാളിൽ ഉണ്ടായിരിക്കെ, ഒരാത്മാവ് ശരീരവും ചേർന്നാണ് ഒരു വ്യക്തിയാകുന്നതെന്നിരിക്കെ
ഒരാത്മാവുള്ള ഒരു മനുഷ്യനിലേക്ക് മറ്റൊരാത്മാവിനൊന്നും പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? മാത്രമല്ല, അങ്ങനെ പ്രവേശിക്കാവുന്ന വിധത്തിൽ ദൈവം ആത്മാക്കളെ ഇങ്ങനെ അഴിച്ചുവിടുന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ നാട്ടിൽ കേൾക്കുന്ന ആത്മാവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ വെറും കഥകളാണ്, വെറും കെട്ടുകഥകളാണ്. ആത്മാവിൽ അലഞ്ഞു നടന്നു, ആത്മാവ് ഒരാളിന് മേൽ പ്രവേശിച്ചു, ആത്മാവിനോട് സംസാരിക്കാൻ പറ്റുന്നു, ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന് നമ്മൾ ഓർക്കണം. മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആത്മാവ് ശരീരവുമായി വേർപിരിയും. ആത്മാവ് തൽക്ഷണം തന്നെ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്ഫോംഡ് ആകും. അതെവിടെയെന്നല്ല, അത് ആ അവസ്ഥയിലേക്ക് മാറും. പിന്നീട് ഈ ആത്മാവിന് ഈ ഭൗമിക പ്രപഞ്ചവുമായിട്ട് ബന്ധമൊന്നുമില്ല. ശരീരത്തിന് എന്ത് സംഭവിക്കും? ശരീരം ആത്മാവുമായി വീണ്ടും കൂട്ടിമുട്ടാനായി, പുനഃസമാഗമനത്തിനായി കാത്തിരിക്കും. ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ഭൂമിയിൽ ഡിസിൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് ഈ ഭൂമിയിൽ ശരീരം നിലനിൽക്കും. അതിന് ശരീരത്തിന്റെ രൂപഭാവങ്ങളും കോശങ്ങളും ഒക്കെ ഉണ്ടാവണമെന്നില്ല. ശരീരം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കും. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് യാത്രയാകും. പുനരുത്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുനരുത്ഥാനത്തിൽ ഈ ശരീരങ്ങൾ ഉയർക്കും. അത് ഉയർക്കുന്നത് ഇതേ പരുവത്തിലല്ല. ഇതേ പരുവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോശങ്ങളൊക്കെയുള്ള എല്ലും ഞരമ്പും മാംസവും ഒക്കെയുള്ള തലച്ചോറൊക്കെയുള്ള ഒരു ശരീരത്തിലല്ല. പകരം അരൂപിയായ ഒരു ശരീരത്തിൽ. ആ ശരീരത്തിനെ വിളിക്കുന്ന പേര് ഗ്ലോറിഫൈഡ് ബോഡി എന്നാണ്. മഹത്വീകൃത ശരീരം എന്നാണ് ആ ശരീരത്തെ വിളിക്കുന്നത്. മഹത്വീകൃതമായ സ്വർഗീയ സ്വഭാവമുള്ള ശരീരം ഉയർക്കും. ആ ശരീരമാണ് ഉത്ഥാനശേഷം നമുക്കുണ്ടാവുക, അല്ലാണ്ട് ഈ ശരീരമല്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ എന്താ പറയാ, വൈകല്യമുള്ള ആളുകൾ ഉയർക്കുമ്പോൾ അവർ വൈകല്യത്തിലാണോ അച്ചയിരിക്കുക, ഇങ്ങനെ തന്നെയാണോ, നമ്മുടെ ഷേപ്പൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉയർക്കുന്നത് സ്വർഗീയ അഭൗമിക ശരീരത്തിലാണ്, തേജസ്സിന്റെ ശരീരത്തിലാണ്. ഈ ശരീരമാണ് ശരീരം എന്ത് ചെയ്യും? ആത്മാവുമായി വീണ്ടും പുനഃസമാഗമിക്കും, കൂടിച്ചേരും, ഒന്നിച്ചു ചേരും. അങ്ങനെ ആ വ്യക്തി വീണ്ടും പൂർണ്ണമാകും. അതാണ് സ്വർഗത്തിൽ സംഭവിക്കുന്നത്. അതിനെയാണ് പുനരുത്ഥാനം എന്ന് വിളിക്കുന്നത്. പുനരുത്ഥാനം എന്ന് വിളിക്കുന്നത്. CCC അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഞാൻ വായിക്കാം. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. മനുഷ്യ ശരീരം ആത്മാവുമായിട്ട് വേർപിരിയുന്നു, ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. യാത്രയാകുന്ന പറഞ്ഞാൽ പിക്നിക്ക് പോകുന്ന പോലത്തെ ഒരു യാത്ര എന്നൊന്നും വിചാരിക്കരുത്. ആത്മാവ് ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് പരിവർത്തനപ്പെടുന്നു. എന്നിട്ടോ അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറ്റപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ആത്മാവ് അവിടെ ഈ ഉദ്ധിത ശരീരവുമായി, മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി, വീണ്ടും കണ്ടുമുട്ടലിനായിട്ട് കാത്തിരിക്കും. ഇനി ദൈവം തന്റെ വലിയ ശക്തി കൊണ്ട്, സർവാതീത ശക്തി കൊണ്ട്, ഈശോയുടെ ഉത്ഥാനത്തിന്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്ത് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഈ ഈശോ മിശിഹ തന്റെ ഉത്ഥാനം കൊണ്ട്, തന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതകൾ കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ആത്മാവുകളെ ആ ദിവസം വീണ്ടും ശരീരത്തോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ശരീരത്തിന് അനശ്വരമായ ജീവിതം പ്രദാനം ചെയ്യും. എന്ന് വെച്ചാൽ ഈ പുനരൈക്യത്തോടുകൂടെ നമ്മൾ പിന്നീട് എന്നേക്കും ജീവിക്കും. ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ടാണ് ജീവിക്കുന്നത്. കുറച്ച് വർഷങ്ങളാണ് ജീവിക്കുകയുള്ളൂ. ഏതാനും വർഷങ്ങളാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് വാർദ്ധക്യമായി, ബാല്യമായി, ഇങ്ങനെ. അത് കഴിഞ്ഞാലോ നമ്മൾ പിന്നെ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. എറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കും. ഒരിക്കലും തീർന്നു പോവുകയില്ലാത്ത, ഒരിക്കലും ക്ഷയിക്കുകയില്ലാത്ത, കുറവുകളില്ലാത്ത, പരിമിതികളില്ലാത്ത നിത്യതയുടെ സ്വഭാവമുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരങ്ങൾ പ്രവേശിക്കും എന്നതാണ് അതിന്റെ കാര്യം. ഇനി ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അടുത്തത്. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ചോദിച്ചാൽ മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അന്നേരമോ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലേക്കും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിലേക്കും വേർപിരിയും. അങ്ങനെ ഒരു സെലക്ഷൻ, രണ്ടായി പിരിയൽ, മനുഷ്യവംശം രണ്ടായി പിരിയുന്ന സാഹചര്യം സംജാതമാകും. ദൈവത്തോട് കൂടെയായിരുന്നവർ, ദൈവത്തിന് വേണ്ടി ജീവിച്ചവർ, ദൈവത്തെ മാനിച്ചവർ, ദൈവത്തോടു കൂടി ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് തീരുമാനമെടുത്തവർ ദൈവത്തോടൊത്ത്, ദൈവത്തെ വേണ്ട എന്ന് തന്റെ വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും പ്രസ്താവിച്ചവർ, എന്ന് വെച്ചാൽ പാപം ചെയ്ത് പാപത്തിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദൈവത്തെ വേണ്ടെന്നാണ്. അങ്ങനെ ദൈവത്തെ നിഷേധിച്ചവർ ദൈവമില്ലാത്ത അവസ്ഥയിലേക്കും പോകും.
അതിനെയാണ് നരകം എന്ന് പറയുന്നത്. ദൈവമില്ലാത്ത അവസ്ഥ, ദൈവത്തോട് കൂടെയായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. കാരണം ദൈവത്തോട് കൂടെയായിരിക്കുന്ന ചെറിയ കാര്യമല്ലോ. ദൈവം പൂർണ്ണ നന്മയാണ്, പൂർണ്ണ സന്തോഷമാണ്, പൂർണ്ണ സ്നേഹമാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിലായിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലുതൊന്നുമില്ല നമുക്ക്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുപോലെ അത്രമാത്രം വലിയ പൂർണ്ണതയാണ്, പെർഫെക്ഷനാണ്, ഫുൾനെസ് ആണ് ഹെവൻ. ദൈവത്തിന്റെ പരിപൂർണനായ ദൈവത്തിന്റെ പൂർണ്ണതയോട് നമ്മളെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് സ്വർഗം. നമ്മളെ ദൈവം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് സ്വർഗം. ഇനി നരകം എന്ന് പറയുന്നതോ ആ പൂർണ്ണതയിൽ നിന്ന് അകന്നു പോകുന്നതാണ്, അന്ധകാരത്തിലേക്ക് പോകുന്നതാണ്, ദൈവമില്ലായ്മയിലേക്ക് പോകുന്നതാണ്. ഇല്ല എങ്കിൽ ദൈവിക നന്മകളൊന്നുമില്ല. ഒരു നന്മയും ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നന്മയും ഇല്ലാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് കരുതിക്കേ. എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കണികയില്ലാത്ത, നന്മയുടെ കണികയില്ലാത്ത, സന്തോഷത്തിന്റെ കണികയില്ലാത്ത, പ്രത്യാശയുടെ ഒരു തരി പോലും ഇല്ലാത്ത, അങ്ങനെ നമ്മൾ കൊള്ളാമെന്ന് കരുതുന്നത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ, ഒരന്തരീക്ഷത്തിൽ അത്തരം തന്നെ ഒരു അവസ്ഥയായിരിക്കുന്ന ഒരു മനുഷ്യൻ നിലനിൽക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. നരകം നമ്മളല്ലാതെ കരുതുന്ന പോലെ ദൈവം പിടിച്ച് കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് വലിച്ചെറിയുന്നു, അവരവിടെ പോയി കിടന്നിട്ട് തിളച്ചണയ്ക്കകത്ത് കിടന്ന് പുഴുങ്ങുന്നു. അതിനെയല്ല നരകം എന്ന് പറയുന്നത്. നന്മ ലേശം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം സകല പുണ്യങ്ങളുടെയും സകല നന്മകളുടെയും സകല നന്മയായിട്ടുള്ളതെല്ലാം, സന്തോഷം, സമാധാനം തുടങ്ങിയതെല്ലാത്തിന്റെയും ഉറവിടം ദൈവമാണ്. അവിടെയാണ് ഇതെല്ലാം ഉള്ളത്. ഇതിൽ നിന്ന് പൂർണ്ണമായും ഒരാളെ മാറ്റി നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരല്പം പോലും സന്തോഷമില്ലാതെ, എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്ര ദുഃഖത്തിൽ അവന്റെ അല്പം സന്തോഷം വരുമുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്. ഒരു തുള്ളി പോലും സന്തോഷമില്ലാത്ത, ഒരല്പം പോലും സമാധാനമില്ലാത്ത, ഒരല്പം പോലും സ്നേഹമില്ലാത്ത, അല്പം പോലും നന്മയില്ലാത്ത, അല്പം പോലും പ്രകാശമില്ലാത്ത ഒരവസ്ഥയിൽ ഒരാൾ തുടരേണ്ടി വരുന്നു. അതും നിത്യകാലത്തേക്ക് തുടരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതിനെയാണ് നരകം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിയും. അതുകൊണ്ടാണ് അവിടുന്ന് എല്ലാവരും ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങൾ ഉദ്ധാനം ചെയ്യും, എന്നാൽ ഈ ശരീരം മഹത്വപൂർണ്ണമായ ശരീരമായി മാറും, ആധ്യാത്മിക ശരീരമായി മാറും എന്നൊക്കെ തിരുസഭ പഠിപ്പിക്കുന്നത്. ഇനി ഈ ഉയർപ്പിന് ശേഷം ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ മരണത്തെ എങ്ങനെയാണ് തിരുസഭ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് രസകരമാണ്. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? നമ്മൾ മരണത്തിൽ എന്താ സംഭവിക്കണമെന്നാണ് പറഞ്ഞത്. ആത്മാവ് ശരീരവും വേർപിരിയുന്നതാണ് മരണത്തിൽ സംഭവിക്കുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ ഡെത്ത്? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഉത്തരം എന്തായിരിക്കും? ജീവൻ പോകലാണ് മരണം എന്നാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള വലിയൊരു കാര്യമുണ്ട് മരണവുമായി ബന്ധപ്പെട്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മരണം ഭൗമിക ജീവിതത്തിന്റെ അവസാനമാണ് മരണം. നമ്മുടെ ജീവിതം സമയം കൊണ്ട് അളക്കപ്പെടുന്നു. അതിന്റെ ഗതിയിൽ നമുക്ക് മാറ്റം സംഭവിക്കുകയും നാം വാർദ്ധക്യത്തിലെത്തുകയും ചെയ്യും. എന്നിട്ട് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും എന്ന പോലെ മരണം ജീവിതത്തിൽ സ്വാഭാവികമായ അന്ത്യം പോലെ കാണപ്പെടുന്നു. മരണത്തിന്റെ പ്രത്യേകത കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ എന്താണ് മരണം എന്ന ചോദ്യത്തിന് CCCയില് 1013 1013 നമ്മൾ വായിക്കുന്ന ആൻസർ അത് ഭയങ്കര രസകരമാണ്. അതെന്താണെന്നറിയാമോ? മരണം മനുഷ്യന്റെ ഭൗമിക തീർത്ഥാടനത്തിന്റെ അവസാനമാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവീക പദ്ധതിക്ക് അനുസൃതമായി തന്റെ ഭൗമിക ജീവിതം നയിക്കാനും, ദൈവീക പദ്ധതിക്ക് അനുസരിച്ച് എൻ്റെ ഈ ഭൗമിക ജീവിതം നയിക്കാനും തന്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി, അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, ഞാൻ അൾട്ടിമേറ്റ്ലി അവസാനത്തിൽ എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിന്റെയും കാരുണ്യത്തിന്റെയും സമയത്തിന്റെ അവസാനമാണ് മരണം. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവീക പദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ ഭൗമിക ജീവിതം നയിക്കാൻ ഉള്ള സമയം. ഇനി അതുപോലെ നമ്മുടെ ഭാഗധേയത്തെ നിശ്ചയിക്കാനുള്ള സമയം. ഭാഗധേയത്തെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നരകത്തിലോട്ട് പോകണോ സ്വർഗത്തിലേക്ക് പോകണോ എന്ന് മരണത്തിന്റെ നിമിഷം വരെ നമുക്ക് തീരുമാനിക്കാം. ഇത് ദൈവം നിശ്ചയിക്കുന്നതല്ല. ചില നിരീശ്വരവാദികളൊക്കെ വിവരമില്ലാതെ പറയും, ദൈവം ഒറ്റ നരകത്തിലേക്ക് നിശ്ചയിച്ചു വെച്ചാൽ പിന്നെ നമുക്കന്നെ അങ്ങനെ ദൈവം നിശ്ചയിക്കുകയൊന്നുമില്ല. നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അതായത് നിനക്ക് സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദാറ്റ്സ് മൈ ചോയ്സ്.
ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം കിട്ടും. വേണത് വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, അതിനുള്ള പ്രവൃത്തികൾ ചെയ്യണം. സ്വർഗം എനിക്ക് ആവശ്യമുണ്ട്, കർത്താവെ എനിക്ക് അങ്ങയോട് കൂടെ ആയിരിക്കണം, ഞാൻ അങ്ങയുടെ കൂടെയാണ്, അങ്ങ് പറയുന്നതാണ് എനിക്ക് നിയമം, അങ്ങ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചെയ്യുള്ളൂ, എനിക്ക് അങ്ങയുടെ കൂടെ നിന്നാൽ മതി എന്ന് ഒരാൾ തീരുമാനിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ വ്യക്തി നിശ്ചയമായും സ്വർഗത്തിലെത്തും. അതാണ് കാര്യം. ഇനി മറുവശത്ത് നരകത്തെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും, ആ സമയത്ത് പറയേണ്ട കാര്യമാണ്. എന്നാൽ കയറ്റി മുന്നേ കൂട്ടി പറയാം. നരകത്തെക്കുറിച്ച് തിരിച്ച പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? 1037 നമ്മളിങ്ങനെ വായിക്കും, നരകത്തിൽ പോകാൻ ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. നരകത്തിൽ പോകാൻ ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. യൂദാസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അവൻ നരകത്തിലേക്ക് പോകാനുള്ളവനാണ് എന്ന് ദൈവം ഒരിക്കലും നിശ്ചയിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ നരകത്തിലേക്ക് പോകാൻ ദൈവം നിശ്ചയിച്ചു വെച്ചെങ്കിൽ അയാൾ നരകത്തിൽ പോകാൻ കാരണക്കാരൻ ആരാ? ദൈവമായിരിക്കും. അപ്പൊ ദൈവം കാരണക്കാരനായതിന് ഇയാൾ എന്തിനാ നരകത്തിൽ പോകുന്നത്? അതുകൊണ്ട് ഒരിക്കലും ദൈവം ഒരാളെയും നരകത്തിലേക്ക് പോകാനായി നിശ്ചയിച്ചു വെക്കില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, അതിന് ദൈവത്തിൽ നിന്നുള്ള മനഃപൂർവമായ ഒരു പിന്തിരിയലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഒരാൾ മനഃപൂർവം ദൈവത്തിൽ നിന്ന് പിന്തിരിയും എന്നിട്ട് പശ്ചാത്തപിക്കാതെ അതിനകത്ത് തന്നെ തുടരുകയും ചെയ്താൽ ദൈവം എന്താ ചെയ്യുക? അയാളെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, പകരം നരകത്തിൽ പോകാനുള്ള അവന്റെ തീരുമാനത്തെ ദൈവം ദുഃഖത്തോടെ അംഗീകരിക്കും. എനിക്ക് നീ വേണ്ട, എനിക്ക് നിന്റെ കൂടെ വസിക്കണ്ട, എനിക്ക് മതിയായി, ഞാൻ നരകത്തിൽ പൊയ്ക്കോളാം എന്ന് അയാൾ തന്റെ ജീവിതം കൊണ്ട് പറയുകയെന്ന് വിചാരിച്ചു. പാപത്തിൽ ഒഴുകുകയും അതിൽ നിലനിൽക്കുകയും ചെയ്ത് മാരപാപാവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്ത് ആ വ്യക്തി അങ്ങനെ പറയുകയെന്ന് കരുതുക. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ദൈവം അവന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് അവനെ പിടിച്ചു വലിച്ച് സ്വർഗത്തിൽ കൊണ്ടേയാക്കില്ല. അവന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് അവനെ പിടിച്ചു വലിച്ച് സ്വർഗത്തിൽ കൊണ്ടേയാക്കില്ല. ധൂർത്തപുത്രന്റെ പിതാവിനെ കുറിച്ച് ഓർക്കുക. അവന്റെ നാശത്തിനാണെന്ന് പിതാവിന് നന്നായിട്ടറിയാം. അവൻ ചോദിക്കുന്നത് തെറ്റാണെന്നും പിതാവിന് നന്നായിട്ടറിയാം. പക്ഷെ തന്റെ പുത്രനായതുകൊണ്ട് അവന്റെ ഹിതം ദൈവം വലിയ കാരുണ്യത്തോടെ എന്നാൽ വേദനയോടെ മാനിക്കുകയാണ്. ഓക്കെ, നിനക്ക് അവകാശപ്പെട്ടത് ഞാൻ നിന്റെ സ്വന്തമായിരുന്നിട്ട് നിനക്ക് എന്നെ വേണ്ട, നിനക്കെന്റെ സ്വത്താണ് ആവശ്യം, ആയിക്കോട്ടെ അതെടുത്തു, നിന്റെ സ്വതന്ത്രമായ തീരുമാനം നടക്കട്ടെ, പക്ഷെ ഇത് അപകടമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്നിട്ടും അവൻ സമ്മതിക്കാതെ വരുമ്പോൾ ദൈവം അതിനെ അനുവദിക്കുകയും ചെയ്യും. ഒരാളെയും ദൈവം നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, നരകത്തിൽ പോകാനുള്ള ഒരാളുടെ സ്വതന്ത്ര തീരുമാനത്തെ ദൈവം അപ്രൂവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കാര്യം ശരിക്കും ഓർത്തെ, ദൈവം ആരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, നരകത്തിൽ പോകാനുള്ള ഒരാളുടെ സ്വതന്ത്രമായ തീരുമാനത്തെ ദൈവം അപ്രൂവ് ചെയ്യും. സ്വർഗത്തിൽ പോകാനുള്ള ഒരാളുടെ വലിയ ദാഹത്തെയും ദൈവം മാനിക്കും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ശരിക്കും മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവം ആരെയും നരകത്തിലേക്ക് എറിയുകയോ അല്ലെങ്കിൽ നീ നരകത്തിൽ പോകാനുള്ളവനാണ്, നീ സ്വർഗത്തിൽ പോകാനുള്ളവനാണ് തീരുമാനിച്ചു വെച്ചിട്ടില്ല. അവൻ നരകത്തിൽ പോകാനുള്ള, അതുകൊണ്ട് പിന്നെ അവൻ വേറെ എന്ത് ചെയ്തിട്ടുണ്ടായ കാര്യം? അവൻ ഇതുപോലെയൊക്കെ തന്നെ ജീവിച്ച് തിന്മയൊക്കെ ചെയ്ത് അങ്ങ് നരകത്തിൽ പോവുകയുള്ളൂ എന്ന് കരുതരുത്. ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വർഗത്തിലെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് അവിടുന്ന് കാത്തിരിക്കുന്നതും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പറയേണ്ട കാര്യം, ഈശോയോട് കൂടെ നമ്മൾ മരിക്കുന്നു, മരണത്തെക്കുറിച്ച് കാര്യം പറഞ്ഞു. ഇനി പറയേണ്ടത് മരണത്തിന്റെ തൊട്ടടുത്ത് എന്ത് സംഭവിക്കും എന്നാണ്. മരണത്തിന് ശേഷം എന്താണ്? വിധിയാണ് മരണത്തിന് ശേഷമുള്ളതെന്ന് നമുക്കറിയാം. മരണത്തിന് ശേഷം വിധിയാണ്. എന്തൊക്കെയാണ് വിധിയുടെ പ്രത്യേകതകൾ? എങ്ങനെയാണ് വിധി? എപ്പോഴാണ് വിധിക്കപ്പെടുക? നമ്മൾ എപ്പോഴാണ് വിധിക്കപ്പെടുന്നത്? ഈശോ രണ്ടാമത് വരുമ്പോഴാണോ മരിക്കുമ്പോൾ തന്നെയാണ് വിധിക്കപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാം? മരിക്കുമ്പോ തന്നെ ഒരു വിധിയുണ്ട്. അത് തനത് വിധിയോ അതോ അന്ത്യവിധി അവസാനം മറ്റേ യേശുവിന്റെ രണ്ടാഗമനത്തിലാണോ? ലൈക്ക് ശരീരങ്ങള് അത് എന്തോ ഒരു വിധിയുണ്ട്. ഓക്കെ, വെരി ഗുഡ് പറഞ്ഞു വന്നത് ശരിയാണ്. അതായത് വിധിയുണ്ട്, തീർച്ചയായും വിധിയുണ്ട്. വിധി രണ്ട് തലത്തിലാണ്, രണ്ട് ഘട്ടങ്ങളിലാണ്. ആദ്യത്തേത് തനത് വിധിയാണ്, രണ്ടാമത്തേത് പൊതുവിധിയാണ്. ഓർത്തു വെച്ചോളൂ, ആദ്യത്തേത് തനത് വിധിയാണ്, രണ്ടാമത്തേത് പൊതുവിധിയാണ്. തനത് വിധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ മരണനിമിഷത്തിൽ തന്നെ സ്വീകരിക്കുന്ന വിധിയാണ് തനത് വിധി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? പൊതുവിധിയാണ്. പൊതുവിധി എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിലാണ്.
ഇനി തനത് വിധിയും പൊതുവിധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യം അറിയേണ്ടത് തനത് വിധിയും പൊതുവിധിയും ഒന്ന് തന്നെയാണ് എന്ന്. തനത് വിധിയും പൊതുവിധിയും ഒന്ന് തന്നെയാണ്, അഥവാ ഒരേ കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് തനത് വിധിയിൽ അഥവാ മരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന വിധിയിൽ ഒരാൾ നരകത്തിലേക്ക് പോകാൻ നിശ്ചയിക്കപ്പെട്ടയാളാണെങ്കിൽ, വെച്ചാൽ അയാളുടെ ഡെസ്റ്റിനി വിധി നരകമാണ് എങ്കിൽ പൊതുവിധിയിലും അങ്ങനെ തന്നെയായിരിക്കും. തനത് വിധിയിൽ സ്വർഗമാണെങ്കിൽ പൊതുവിധിയിലും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ചെറിയ മാറ്റം ഉണ്ടാകുന്നതാണ്, തനത് വിധിയിൽ ശുദ്ധീകരണത്തിലാണെങ്കിൽ പൊതുവിധിയുടെ സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ദൈവം മരണത്തിന്റെ സമയത്ത് നരകത്തിലേക്ക് പോകാൻ നിശ്ചയിച്ച ഒരാളെ, വിധിച്ച ഒരാളെ, വിധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം വിധിക്കുന്നതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ സ്വയം സ്വീകരിക്കുന്ന വിധിയാണ്, ദൈവം അപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ച ഒരാൾ നരകത്തിൽ ചെന്ന് കഷ്ടപ്പാട് അനുഭവിച്ച് പശ്ചാത്തപിച്ച് കഴിയുമ്പം ഒയ്യോ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചു വരില്ല. വിധിക്ക് പിന്നീട് ഒരിക്കലും മാറ്റം വരില്ല. നരകമോ സ്വർഗമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം മരണത്തിന്റെ നിമിഷത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് തീരുമാനിക്കാൻ അവസരമില്ല. അതുകൊണ്ടാണ് മരണത്തിന്റെ നിമിഷം വരെ മാത്രമേ നമുക്ക് കൃപാവരത്തോട് പ്രത്യുദ്ധരിക്കാൻ പറ്റുള്ളൂ. അത് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാൻ മരണത്തിന്റെ നിമിഷം വരെ മാത്രമേ, ഒറ്റ ചാൻസേ ഉള്ളൂ. ആ ചാൻസ് ഈ ലൈഫ് സ്പാനാണ്. ഈ ലൈഫ് സ്പാൻ, ജനനം മുതൽ മരണം വരെയുള്ള ഈ ലൈഫ് സ്പാനിന്റെ ഇടയ്ക്കാണ് നിനക്ക് തീരുമാനിക്കാവുന്നത്. ആ എൻഡ് എത്തിയാൽ ആ പോയിന്റ്, മരണമെന്ന് വിളിക്കുന്നത് ശരിക്കും ജീവൻ പിരിയലല്ല, തീരുമാനമെടുക്കാനുള്ള ടൈം തീരില്ല, തീരുമാനമെടുക്കാനുള്ള സമയത്തിന്റെ അവസാനമാണ്. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ദൈവത്തോടു കൂടെയോ ദൈവത്തിനെതിരെയോ എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു മനുഷ്യന്റെ സമയത്തിന്റെ അവസാനമാണ് നരകം എന്ന്, അല്ല മീൻസ് മരണം എന്ന് പറയുന്നത്. ആ സമയത്ത് ആൾ നരകത്തിലേക്കെങ്കിൽ നിത്യമായി നരകത്തിലേക്ക്, സ്വർഗത്തിലെങ്കിൽ നിത്യമായി സ്വർഗത്തിലേക്ക്. ഇനി എന്താണ് അപ്പൊ പിന്നെ ഈ രണ്ട് വിധികളുടെ വ്യത്യാസം? തനത് വിധിയിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അയാൾ മാത്രമേ അറിയുന്നുള്ളൂ. പൊതുവിധിയിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സകലരും അറിയും. ഇതാണ് വ്യത്യാസം. പൊതുവിലാണ്, അത് പൊതുവായി പ്രഖ്യാപിക്കും. നമുക്ക് അതിന്റെ ഭാഗം വായിച്ചാൽ, മിശിഹായിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മിശിഹായിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. എന്ന് വെച്ചാൽ അതോടുകൂടെ ഇവന് പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈശോ മിശിഹായിൽ വെളിപ്പെട്ട കൃപാവരം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് രക്ഷ നൽകി. ആ രക്ഷ അക്സെപ്റ്റ് ചെയ്യാനോ ഡിനൈ ചെയ്യാനോ ഉള്ള സ്പേസിനെ കുറിച്ചാണ്. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യുന്നു നീ, അല്ലെങ്കിൽ നീ അത് ഡിനൈ ചെയ്യുന്നു. ഇതോടുകൂടെ ആ സമയം തീർന്നു, മരണത്തോടുകൂടെ ആ സമയം പൂർത്തിയായി. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഒന്നാമതായി ഈശോയുടെ ദ്വിതീയ ആഗമന വേളയിൽ, അതായത് അവിടുത്തെ രണ്ടാമത്തെ വരവിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിധിയെക്കുറിച്ച്, അതായത് വാനമേഘങ്ങളിൽ അവൻ അവിടുന്ന് ആഗതനാകുന്ന ആ വിധി ദിവസത്തെക്കുറിച്ചാണ് വിശുദ്ധ സംസാരിക്കുന്നത്. എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടൻ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കും എന്നാണ് അടുത്ത കാര്യം. എന്ന് വെച്ചാൽ അവൻ ആ സമയത്ത് തന്നെ പ്രതിഫലം സ്വീകരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ട് ഒക്കെ പറയാറുള്ളത് പോലെ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്നത് പോലെയാണത്. പിന്നെ ഒരു കാലത്തൊന്നുമല്ല, അത് തീർന്ന സമയം തന്നെ നമുക്കുള്ള പ്രതിഫലം നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണത്? എന്തനുസരിച്ചാണ്? മരണം കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി. തൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു, തൻ്റെ വിശ്വാസം എന്തായിരുന്നു, അതിനനുസരിച്ചുള്ള പ്രതിഫലം സ്വീകരിക്കും. ഉത്തമമായ മിശിഹായോട് ചേർന്നുള്ള വിശ്വാസമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ, അതെന്തായാലും സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് പഠിപ്പിക്കുകയാണ്. ദരിദ്രനായ ലാസറിന്റെ ഉപമയും മിശിഹായ കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിന് മറ്റു പല ഭാഗങ്ങളും ആത്മാവിന്റെ ഭാഗധേയത്തെ പറ്റി, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്തെ പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഈ വിധി വ്യത്യസ്തമാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു പറയരുത്, എല്ലാവരും നരകത്തിൽ പോകുന്നു പറയരുത്. ഓരോരുത്തർക്കും അവരവർക്കുള്ളതാണ് കിട്ടുക. അതുകൊണ്ടാണ് ലാസറിന്റെ ഉമ്മയിൽ കർത്താവ് പറയാണ്, ലാസർ ദൈവത്തോടു കൂടെ, ആ ധനികനോ ദൈവത്തിൽ നിന്നാകുന്നു, നല്ല കള്ളൻ ദൈവത്തോടു കൂടെ, മറ്റേ കള്ളൻ ദൈവത്തിൽ നിന്നാകുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടുമുണ്ട്. നമുക്ക് വെറുതെ ചില ആളുകളൊക്കെ പറയും, ഓ ദൈവം എന്ത് കാരുണ്യവാനാണ്, ദൈവം ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തിന് ആരെയെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റുമോ? ദൈവം തീർച്ചയായിട്ടും ആരെയും ഉപേക്ഷിക്കത്തൊന്നുമില്ല, എല്ലാ മനുഷ്യരും ദൈവത്തിന് പ്രിയപ്പെട്ടതല്ലേ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും.
അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതുകൊണ്ട് ദൈവം സ്നേഹസമ്പന്നനായതുകൊണ്ടും കാരുണ്യവാനായതുകൊണ്ടും അവിടുന്ന് ആരെയും ഉപേക്ഷിക്കില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകും. നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ? ആഫ്റ്റർ ഓൾ വി ആർ സിമ്പിൾ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ഈ ഇച്ചിരി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ ചെയ്ത്, എന്തെങ്കിലും കുഞ്ഞു തെറ്റ് ചെയ്ത്, ഇച്ചിരി കള്ളു കുടിച്ച്, ഇച്ചിരി വഴക്കുണ്ടാക്കി, ഇച്ചിരി എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ദൈവം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന് ഇപ്പം പിള്ളേർ, നമ്മൾ കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും കാണിച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ പുറകെ പോകും. അവരെ കാണിക്കാം, അവരുടെ കുഞ്ഞിക്കാര്യം, അവരുടെ കുഞ്ഞു ലോകത്തെ അവരെ ഏതാണ്ട് കാണിച്ചു, അത് പോട്ടെ എന്ന് നമ്മൾ വെക്കുകയല്ലേ? അതുപോലെ ദൈവവും നമ്മളെ അങ്ങനെ ഞാൻ കരുതുവല്ലേ ഉള്ളൂ. ദൈവം ഇത്രമാത്രം മഹോന്നതനല്ലേ? അവിടത്തേക്ക് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണോ ഒരു പാപം, വലിയ കാര്യമൊക്കെ? അതുകൊണ്ട് എല്ലാവരും ദൈവം സ്നേഹത്തെ സൃഷ്ടിച്ചല്ലേ? ദൈവം തന്നെ സ്നേഹമല്ലേ? എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് പറയരുത്. ദൈവം അങ്ങനെ ജനറലായി എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോവുകയില്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ സ്വഭാവം അതാണ്. അത് നമുക്ക് മരണം വരെ നമുക്ക് സമയമുണ്ട്. ഇറ്റ്സ് വി ഹു ആർ ടു ചൂസ്. നമ്മുടേതാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ ദൈവം അംഗീകരിക്കും. അത് ന്യായവുമാണ്. ദൈവം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ദൈവം ആ സ്നേഹത്തോടുകൂടെ ഒരാൾ നരകത്തിലേക്ക് പോകുന്നത് പോലും ദൈവം ദുഃഖത്തോടുകൂടെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇനിയോ, ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ മിശിഹായോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കും. അപ്പം ഇനി ഈ തനത് വിധിയിൽ എന്താ സംഭവിക്കുന്നത്? അത് ആ ആളുടെ ആത്മാവാണ് ആ വിധി സ്വീകരിക്കുന്നത്. കാരണം ശരീരം അപ്പൊ കൂടെയില്ല. ആത്മാവാണ് ഈ വിധി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വജീവിതത്തെ മിശിഹായോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. മരിക്കുകയില്ലാത്ത ആത്മാവിൽ ഒന്നുകിൽ നിത്യ നരകത്തിന്റെ പ്രതിഫലം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിത്യ സ്വർഗത്തിന്റെ പ്രതിഫലം സ്വീകരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധരെയൊക്കെ പ്രഖ്യാപിക്കുന്നത് അവരുടെ ആത്മാവിൽ അവർ സ്വർഗം സ്വീകരിക്കുന്നു എന്ന്. എന്നിട്ടോ അതിനുശേഷം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനമാണ് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ തനത് വിധി എന്ന് പറയുന്നത്. പൊതുവിധിയിൽ എന്താ സംഭവിക്കുന്നത്? പൊതുവിധിയിൽ ഈ വിധി വെളിവാകും. ശരീരങ്ങൾ ആത്മാവുമായി കൂടിച്ചേരുകയും ചെയ്യും. അങ്ങനെ ശരീരം ആത്മാവിനോട് കൂടിച്ചേരുകയും എല്ലാം വെളിവാവുകയും ചെയ്യുന്ന ദിവസമാണ് ഈ പൊതുവിധിയുടെ ദിവസം. അപ്പൊ അതുകൊണ്ട് പൊതുവിധി തനത് വിധിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. ഇതെന്തിനാണ് അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനം, പ്രത്യേകിച്ച് ചില സ്പിറ്റിൻ ജീസസ് ഒക്കെ പോലെയുള്ള ചില ഗ്രൂപ്പുകൾ അവരിങ്ങനെ പറയും, മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിക്കാം, മരിച്ചവർക്ക് വേണ്ടി മാമൂസ കൊടുക്കാം, അവരെ മാനസാന്തരപ്പെടുത്താം എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. മരിച്ചവർക്ക് വീണ്ടും മാമൂസ കൊടുക്കാനോ, മരിച്ചവർക്ക് മാനസാന്തരം കൊടുക്കാനോ, മരിച്ചവരോട് സുവിശേഷം പ്രഘോഷിച്ച് അവരെ മാനസാന്തരപ്പെടുത്താനോ ഒന്നും സാധ്യമല്ല. കാരണം ഈ തീരുമാനമെല്ലാം എടുക്കാനുള്ള അവസരം പൂർത്തിയായി. ഇനി നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു വാചകം നിങ്ങൾ കാണും, മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു എന്നൊരു വാചകം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും. എന്താണ് അതിൻ്റെ ഉള്ളർത്ഥം? മരിച്ചുപോയവർ സുവിശേഷം കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നീതിമാന്മാരായിരുന്നവർ അവർക്ക് സുവിശേഷത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പേ മരിച്ചുപോയ ആളുകൾ അവർ നീതിമാന്മാരായിരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെ അവരറിഞ്ഞ വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന മനുഷ്യൻ. അവര് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കില്ല. അവര് മിശിഹായ്ക്ക് മുൻപേ ജീവിച്ചു പോയി എന്നുള്ളത് അവരുടെ കുറ്റമല്ലല്ലോ. അപ്പൊ കർത്താവിന്റെ പീഡാസഹന, കുരിശുമരണ, സംസ്കാര, ഉത്ഥാനങ്ങളാകുന്ന പെസഹ രഹസ്യങ്ങളുടെ അതിന്റെ ഫലങ്ങൾ ഈശോ മിശിഹ അവർക്കും കൊടുക്കും. ഇതിനെയാണ് അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടുന്ന് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുന്ന് മരിച്ചവരുടെ ലോകത്തിലേക്ക് പോയി എന്നാണ്. പാതാളം നരകമല്ല. ചില ആൾക്കാർ അങ്ങനെ കരുതും. പാതാളം നരകമല്ല. പിന്നെന്താണ് പാതാളം എന്ന് പറയുന്നത്? ഹിബ്രു ഭാഷയിലെ ഷയോൾ എന്ന വാക്കാണ് മലയാളത്തിൽ പലപ്പോഴും പാതാളമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഷയോൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അതൊരു സ്ഥലമാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെയൊക്കെ ആ കുന്നിൻ്റെയൊക്കെ താഴത്ത് അവിടെ മുഴുവനും സെമിത്തേരികളാണ്, ഈ യഹൂദരുടെ സെമിത്തേരികളാണ്. കാരണം അവിടെയാണ് ദൈവം രണ്ടാമത് വരുന്നത്. അപ്പോൾ കർത്താവിനോടുകൂടെ ഉയർക്കാൻ വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പം സെമിത്തേരികളാണ്. അതിനകത്ത് അവിടെ അടുത്തൊരു കുഴിയുണ്ട്, ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴി അസ്ഥിക്കുഴിയാണ്. നമ്മുടെ സെമിത്തേരികൾക്കൊക്കെ പണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഒരു കുഴിമാടം വീണ്ടും മാന്തുമ്പം അതിനകത്ത് ചില അസ്ഥി കഷ്ണങ്ങളൊക്കെ കിടക്കിയല്ലേ. അപ്പം അതൊക്കെ വാരി വേറെ കുഴിക്കകത്ത് കൂട്ടി വയ്ക്കും, അസ്ഥിക്കുഴി. ഈ
എസക്കിയേലിന്റെ പ്രവചനത്തിനകത്ത് അസ്ഥിക്കുഴിയിൽ അവിടെ അസ്ഥികളൊക്കെ എന്നൊക്കെ നമ്മൾ വായിക്കില്ലേ? ഇത് ഉദ്ദേശിക്കുന്ന ഒരു ലിറ്ററൽ സ്ഥലമാണ്. നമ്മുടെ ഈ സെമിത്തേരിക്കൊക്കെ ഉള്ള അസ്ഥിക്കുഴി പോലത്തെ അവിടുത്തെ ഒരു വലിയ അസ്ഥിക്കുഴിയാണ്. ഇതിനകത്ത് അസ്ഥികളാണുള്ളത്, ജീവനില്ലാത്ത അസ്ഥികളാണ് അവിടെ കിടക്കാറുള്ളത്. ഇതിനെയാണ് ഷെയോൾ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ മരിച്ചവരുടെ സ്ഥലം എന്ന് വേണേൽ പറയാം. അവരവിടെ ഇരിക്കണമെന്നല്ല, സാങ്കല്പികമായി ആലങ്കാരികമായി മരിച്ചവരുടെ ലോകത്തെ സൂചിപ്പിക്കുന്ന ഒന്നായി ഈ അസ്ഥിക്കുഴി മാറി. അസ്ഥിക്കുഴി മരിച്ചവരുടെ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന, മരിച്ചവർ അന്തി ഉറങ്ങുന്ന, അവരവശേഷിക്കുന്ന ഇടം എന്നുള്ള അർത്ഥം അതിന് കൈവന്നു. അപ്പോൾ അതിനെയാണ് പാതാളം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ എവിടെയോ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം പാസ്റ്റിലേക്ക് പോയി എന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് AD 1-ാം നൂറ്റാണ്ടിൽ മരിച്ച ഈശോയുടെ പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾ ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല, ഈശോയ്ക്ക് മുമ്പുള്ളവരിലേക്കും ഈശോ കൊടുത്തു. തൻ്റെ രക്ഷയുമായി അവിടുന്ന് അവരുടെ ലോകത്തിലേക്കും കടന്നു ചെന്നു എന്ന് മാത്രമാണ് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന വിശ്വാസത്തിന്റെ അർത്ഥം. വ്യക്തമായോ? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന അതല്ലേ? അതെ, മരിച്ചവരുടെ ലോകത്തേക്ക് പോയി എന്നാണ് അർത്ഥം. മരിച്ചവരുടെ അടുത്തേക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ മരിച്ച എല്ലാവർക്കും രക്ഷ കൊടുക്കാനല്ല, മരിച്ചവരിൽ നീതിമാന്മാരായിരുന്നവർ. ഇപ്പൊ ഉദാഹരണത്തിന് നോഹ മാമൂസ സ്വീകരിച്ചിട്ടില്ല, ഈശോ മിശിഹായെ കണ്ടിട്ടില്ല. ഈശോയുടെ രക്ഷ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈശോയ്ക്ക് ശേഷമല്ല നോഹ ജീവിച്ചത്, മുൻപേയാണ്. അപ്പൊ സ്വാഭാവികമായും നോഹ നീതിമാനായിരുന്നു. നോഹ ഈശോയുടെ കാലത്താണ് ജീവിച്ചതെങ്കിൽ, ഈശോയ്ക്ക് ശേഷമാണ് ജീവിച്ചതെങ്കിൽ നോഹ തീർച്ചയായും മിശിഹായെ പുൽകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ വരവിന് മുൻപേ നീതിമാനായി ജീവിച്ചു എന്ന കാരണത്താൽ ഈശോയിലൂടെയുള്ള രക്ഷ ഈശോ അവർക്കും എത്തിച്ചു കൊടുത്തു. അതിനെയാണ് അത് ചെയ്ത പ്രവൃത്തിയെ ആണ് ആലങ്കാരികമായി പാതാളത്തിലേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാണ്ട് കർത്താവ് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഭൂമിയുടെ അടിയിലുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ അടക്കിയപ്പോൾ ആ കല്ലറയുടെ അടി കൂടെ അകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി എവിടെയോ പാതാളത്തിൽ പോയി. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാതാളം എന്ന് പറഞ്ഞു കേൾക്കുന്നത് മാവേലിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ്. ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നൊന്നും കരുതരുത്. പകരം മരിച്ചവരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. മരിച്ചവരുടെ പ്രപഞ്ചത്തെ, മരിച്ചവരുടെ ലോകത്തെയൊക്കെ സൂചിപ്പിക്കുന്ന പദമാണ് പാതാളം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ചിലപ്പോൾ എറോണിയസ് ആയിട്ട് ഹെൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഹെൽ അല്ല ഉദ്ദേശിക്കുന്നത്, ഷെയോളാണ്. ഷെയോൾ, SHEOL, ഷെയോൾ. ഹിബ്രു ലെറ്റേഴ്സ് ആണ്, ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞു. ഷെയോൾ, അതാണ് ഈ പറഞ്ഞ പദ. ഇനി സ്വർഗം. എന്താണ് സ്വർഗം? സ്വർഗം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു പൂന്തോട്ടം, നല്ല സന്തോഷമായ ആളുകൾ ഓടിച്ചാടി നടക്കുന്ന സ്ഥലം, അങ്ങനെ ഒക്കെയാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് കുറെ പേരെങ്കിലും മനസ്സിലാക്കാറുള്ളത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ചില മതങ്ങൾ, പ്രത്യേകിച്ച് ഒരു മതം, സ്വർഗത്തെ മനസ്സിലാക്കുന്നത് തീർത്തും ലൗകികമായിട്ടാണ്. ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ രസങ്ങൾ, സുഖങ്ങൾ, അവ മാക്സിമം ആസ്വദിക്കുന്ന സ്ഥലമാണത്രേ സ്വർഗം. ചില ഒരു ലോകത്തിലുള്ള ഒരു വലിയൊരു മതത്തെ സംബന്ധിച്ച് അവരാളുകളോട് പറയുന്നത്, സ്വർഗത്തിൽ അങ്ങനെ തേനൊഴുകും, പുഴ പോലെ ഒഴുകും, പുഴയിൽ തേനൊഴുകും, ഒരു പുഴയിൽ പാലൊഴുകും, ഒരു പുഴയിൽ മദ്യം ഒഴുകും. ഇപ്പോൾ എന്തോരം വേണം കോരി കുടിക്കാം. ബിവറേജിന് മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല, കാശ് കൊടുക്കണ്ട. ഇതിപ്പോൾ പുഴയായിട്ട് ഒഴുകുമല്ലേ, ആർക്ക് വേണേലും കോരി കുടിക്കാം. കള്ളു കുടിക്കുമ്പോൾ എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർഗം മുഴുവൻ കള്ളായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് മനുഷ്യരുടെ അറിവുകേട് എന്നതിനേക്കാൾ അവൻ്റെ ബാലിശമായ ദൈവ വിചാരമാണ്. അത് മനുഷ്യൻ കണ്ടുപിടിച്ചതായതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നു. അവൻ കണ്ടിട്ടുള്ള സന്തോഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ആ മതം പറയും, അവരുടെ ഭൂമിയിൽ അവരനുഭവിച്ചിട്ടുള്ള സന്തോഷങ്ങളിൽ കൊള്ളാവുന്ന ഒരു സുഖം, അത് സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ സന്തോഷമാണ്, സുഖമാണ്. അങ്ങനെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ഇതായിരിക്കും. അതുകൊണ്ടാണ് 72 സുന്ദരികളെ അവിടെ ലൈംഗിക സംയോഗത്തിന് കിട്ടും. അവ അങ്ങനെ മുഴുവൻ സമയം അവിടെ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കും. ഇതൊക്കെയാണ് സ്വർഗമെന്ന് പറയുന്നത്. കേട്ടാൽ മനസ്സിലാവും, മനുഷ്യൻ കൽപ്പിച്ചു കൂട്ടിയ, ആലോചിച്ചുണ്ടാക്കിയ, അവൻ്റെ ഈ ഭൂമിയിലെ തൃഷ്ണകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വർഗമാണ്.
നിർഭാഗ്യവശാൽ ഒത്തിരി ആളുകൾ അങ്ങനെ ഒരു സ്വർഗത്തെക്കുറിച്ച് വിചാരിച്ച് അത് കിട്ടാൻ വേണ്ടിയൊക്കെ അതിൻ്റെ പുറകെ പോവുകയും പൊട്ടിത്തെറിച്ച് മരിക്കാനായിട്ട് തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വേദനയോടെ കാണും. സ്വർഗം ശരിക്കും എന്താണ്? സ്വർഗം എന്താണ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വീക്ഷണം അതെന്തുമാത്രം മഹത്തരമാണ് എന്ന് കേൾക്കുക. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും, ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ കൃപാവരത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ. വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം. അല്ലാണ്ട് മറ്റേ മതമൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യലോ അങ്ങനത്തെ ഒന്നുമല്ല. വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ മിശിഹായോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണും. ഇങ്ങനെയാണ് സ്വർഗത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇനി എന്താണ് സ്വർഗം? സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണതയുള്ള ജീവിതമാണ് സ്വർഗം. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണതയുള്ള ജീവിതം, എ ഫുൾഫിൽഡ് ലൈഫ് വിത്ത് ദ ട്രിനിറ്റി. അതിനെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലമൊന്നുമല്ല, അവിടെ പുഴയും കാടും ഒന്നുമില്ല. അതൊക്കെ ഈ ഭൂമിയെ വെച്ചിട്ടാണ് ഇവർ കണക്കാക്കുകയും ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകും. കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗമാണ് സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നത്. ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം, കമ്മ്യൂണിയൻ. സോ ദ ഹെവൻ ഈസ് എ കമ്മ്യൂണിയൻ. സ്വർഗം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. ആരോടുള്ള കൂട്ടായ്മ? ത്രിത്വത്തോട്, സകല മാലാഖമാരോട്, പരിശുദ്ധ കന്യകാമറിയത്തോട്, മാലാഖമാരോട്, വിശുദ്ധരോട് ഒക്കെയുള്ള സ്നേഹത്തിന്റെ, ജീവന്റെ, ഒരേ ജീവൻ പങ്കുവയ്ക്കുന്ന, നിത്യജീവൻ പങ്കുവയ്ക്കുന്ന, നിത്യമായ സ്നേഹം പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയാണ്, സംസർഗമാണ്. അതെല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ്. പൂർണ്ണത എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഉള്ളതൊന്നും പിന്നെ അവിടെ ഇല്ല. ഈ പ്രപഞ്ചം ലിമിറ്റേഷനാണ്, ലിമിറ്റഡ് വേൾഡ് ആണിത്. ഒരു ചെടി അതെന്നേക്കും നിലനിൽക്കുന്നില്ല, അത് വളർന്നു, അത് കരിഞ്ഞു പോകുന്നു. ഒരു ചെടി ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഴയാണെങ്കിൽ ആ വാഴ തേക്കല്ല, ആ വാഴ മാഞ്ചിയല്ല, വാഴ വെറും വാഴയാണ്. അല്ലെങ്കിൽ ഒരു തേക്ക് മാവല്ല, അപ്പോൾ തേക്കിന് തേക്കായിട്ടിരിക്കാം എന്ന് വെച്ചാൽ അതൊക്കെ എൻ്റെ പരിമിതിയാണ്. അതിനെല്ലാം ഒന്നും ആയിരിക്കാൻ കഴിയില്ല. അങ്ങനെ തുടങ്ങി ഒത്തിരി പരിമിതികൾ കാത്ത് ജീവിക്കുന്ന ഈ പ്രപഞ്ചം അതുപോലത്തെ ഒരു സ്ഥലമല്ല സ്വർഗം. സ്വർഗം സകലതിൻ്റെയും പൂർണ്ണതയാണ്, സകല നന്മകളുടെയും പൂർണ്ണതയാണ്. പരിപൂർണത അനുഭവിക്കുന്ന നിത്യതയുടെ അവസ്ഥയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് കുറച്ച് മെച്ചപ്പെട്ട ഒരു പൂന്തോട്ടമോ കുറച്ച് മെച്ചപ്പെട്ട ഭക്ഷണപാനീയങ്ങളുള്ള ഒരു സ്ഥലമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ മതത്തില് അവര് സ്വർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ഭയങ്കര നമുക്ക് ചിരി പടർത്താവുന്നതാണ്. അവിടെ ഒരു മരത്തിൽ നിന്ന് ഒരു പഴം അങ്ങ് പറിച്ചാൽ അവിടെ ഒരെണ്ണം പഴിക്കുമ്പോൾ 10 പഴം എങ്ങാണ്ട് ഉണ്ടാവും. അതിൻ്റെ തൊലി പൊഴിക്കുമ്പോഴത്തേനും തേനിങ്ങനെ ഒഴുകും, അത് തിന്നാൽ പിന്നെ അങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഇതുപോലത്തെ പഴമൊക്കെ പറിച്ച് തിന്ന ഒരു ലോകമല്ല സ്വർഗം എന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കാൻ പോയതിന് കാരണം ആ മതത്തെ സംബന്ധിച്ചൊക്കെ ഒരു മരുഭൂമിയിൽ ഉണ്ടായ ഒരു മതമാണ്. വെച്ചാൽ ഒന്നും കാര്യമായിട്ട് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് മനുഷ്യന് ഭാവിയിൽ ഒരു കാലത്ത് മരിച്ചു കഴിയുമ്പോൾ നിനക്ക് നിറച്ച് തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞത് മനുഷ്യനാണ്. അതാണ് അവർക്ക് കൊടുത്ത പ്രത്യാശ. അതുകൊണ്ടാണ് സ്വർഗവിചാരങ്ങളൊക്കെ ഏതാണ്ട് ആ പരുവത്തിലൊക്കെ ഇരിക്കുന്നത്. സ്വർഗം മനുഷ്യന്റെ ഭാവനകൾക്കപ്പുറത്താണ്. ദാറ്റ് ഈസ് എ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. അതാണ് സ്വർഗം. ദൈവത്തിന്റെ സംസർഗത്തിലായിരിക്കണം, ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുന്ന അവസ്ഥയൊക്കെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇനി സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊന്നും പൂർത്തിയായില്ല. സ്വർഗം വിളിക്കണം അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ അവസ്ഥയാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, ബ്ലിസ്ഫുൾനെസ്, ജോയ്ഫുൾനെസ്. അതിനെയാണ് ഹെവൻ എന്ന് വിളിക്കുന്നത്. ഇനി സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? What do you mean by living in heaven? സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറയാൻ അതിന്റെ അർത്ഥം മിശിഹായോട് കൂടെ ആയിരിക്കുക എന്നാണ്. ദാറ്റ് ഇസ് നോട്ട് എ പ്ലേസ്. ബി ഇൻ ഹെവൻ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ മിശിഹായോട് കൂടെ ആയിരിക്കുന്നതിനെയാണ് സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുന്നത്. സ്വർഗത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായോട് കൂടെ ആയിരിക്കലാണ്. അത് ബീയിങ് വിത്ത് ക്രൈസ്റ്റ്, അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് എ പ്ലേസ്. ഇനി തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുന്ന് ജീവിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ലിവിങ് ഇൻ ക്രൈസ്റ്റ്.
ആൻഡ് ഹി ഡ്വെൽസ് ഇൻ മീ. ദിസ് എ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. പരസ്പര അധിവാസമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. സഭ അതാണ്, സഭയുടെ പൂർണ്ണതയാണ് സ്വർഗം. ഭൗമിക സഭ നിത്യജീവിതത്തിന്റെ വിരുന്നിൽ പങ്കുചേരുന്നതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. വിരുന്നെന്നൊക്കെ പറയുന്നത് ഫുഡൊന്നും അല്ല എന്ന് നമുക്കറിയാം. ഇനി തെരഞ്ഞെടുക്കപ്പെട്ടവർ അവനിൽ ജീവിക്കുന്നു, എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു. സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വം കണ്ടെത്തുന്നു. യു വിൽ ബി യുവർ സെൽഫ് ഇൻ ഹെവൻ. നമ്മളാണ് ആരായതിപ്പം എന്ന വിധത്തിലല്ല, നീയാണ് എന്ന് നിനക്കറിയാമായിരിക്കും. നിന്റെ വ്യക്തിത്വം തങ്ങളുടെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു എന്ന് തിരുസഭ പഠിപ്പിക്കും. ഇനി വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, മിശിഹായോട് കൂടെ ആയിരിക്കുക എന്നതാണ് ജീവിതം, കാരണം ക്രിസ്തു എവിടെയോ അവിടെയാണ് രാജ്യം. സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. മിശിഹായോട് കൂടെ ആയിരിക്കുന്നതാണ് നിത്യജീവൻ. അത് കാരണം ഈശോ മിശിഹ എവിടെയാണോ അവിടെയാണ് സ്വർഗരാജ്യം. ഇനി തന്റെ മരണവും ഉത്ഥാനവും വഴിയാണ് ഈശോ മിശിഹ നമുക്കായി സ്വർഗം തുറന്നു തന്നത്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തന്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാണ്. ഈശോയുടെ സ്വർഗാവസ്ഥയിൽ നമ്മെ പങ്കുകാരാണ്. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. ഈ വാചകം പഠിച്ചു വയ്ക്കണം. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേർന്നവരുടെ, കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ഈശോ മിശിഹായോട് പെർഫെക്റ്റ് ആയിട്ട് യുണൈറ്റ് ചെയ്തവരുടെ ബ്ലെസ്സഡ് ആയിട്ടുള്ള കമ്മ്യൂണിയനാണ് സ്വർഗം. The heaven is a blessed communion of people who are എന്താ പറയുക, യുണൈറ്റഡ് ടു ക്രൈസ്റ്റ്. ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട വ്യക്തികളുടെ പൂർണ്ണമായി ഒന്നിച്ചേർന്നവരുടെ ബ്ലെസ്സഡ് കമ്മ്യൂണിയനാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്നിട്ട് തുടർന്ന് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട സംസർഗത്തിന്റെ എ ബ്ലിസ്ഫുൾ ടുഗദർനെസ് കമ്മ്യൂണിയൻ. ഈ ഭാഗ്യപ്പെട്ട സംസർഗത്തിന്റെ രഹസ്യം എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. എന്ന് വെച്ചാൽ സ്വർഗം ഒരിക്കലും ഒരാൾക്ക് വിവരിക്കാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല, ചിന്തിക്കാനും പറ്റത്തില്ല. ദാറ്റ്സ് ഫാർ ബിയോണ്ട് ഹ്യൂമൻ കപ്പാസിറ്റീസ്. അതുകൊണ്ടാണ് അത് സ്വർഗമായിരിക്കുന്നത് തന്നെ. അല്ല പിന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒരു കുറച്ച് കൊള്ളാവുന്ന ഒരു ലോകമായിട്ട് അത് നിൽക്കും. അങ്ങനത്തെ ഒരു ലോകമല്ല. ഇനിയോ വിശുദ്ധഗ്രന്ഥം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പല പ്രതീകങ്ങൾ ഉപയോഗിച്ച് ജീവൻ, പ്രകാശം, സമാധാനം, വിവാഹാഘോഷം, രാജ്യത്തിലെ വീഞ്ഞ്, പിതാവിന്റെ ഭവനം, സ്വർഗീയ ജെറുസലേം, പർദീസ എന്ന് തുടങ്ങിയ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സത്യമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യകൃതം ഗ്രഹിച്ചിട്ടില്ലാത്തതുമാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് സ്വർഗം. മനുഷ്യൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് സ്വർഗം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അതുപോലെ ആയിരിക്കും സ്വർഗത്തിൽ എന്ന് പറയാൻ പറ്റുന്നില്ല. പകരം ഇവിടെ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ, സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം പൂർണ്ണമാകുന്നിടമാണ് സ്വർഗം. ഇവിടെ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിരിക്കും. വെറുതെ എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോഴും കുടിക്കുമ്പോൾ ആ സന്തോഷമല്ല, ആന്തരിക സന്തോഷത്തിൻ്റെ കാര്യം. ഇങ്ങനെയൊക്കെയാണ് സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യന് നേരിട്ട് ധ്യാനിക്കാനായി സർവാധിശാലിയായ ദൈവം തൻ്റെ ഈ സ്വർഗത്തിൻ്റെ രഹസ്യം നമുക്ക് തുറന്നു തരികയും അത് ധ്യാനിക്കാനുള്ള കഴിവ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. താനും നമുക്ക് അഗ്രാഹ്യമാണ്, പക്ഷെ അതിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ശുദ്ധീകരണ സ്ഥലം എന്താണ്? ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപാവരത്തിൽ സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്ന് വെച്ചാൽ അവര് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അവര് കർത്താവിനോട് ചേർന്നാണ് ജീവിച്ചത്, കർത്താവിനോടിന്റെ കൃപാവരത്തിലാണ് ജീവിച്ചത്. പക്ഷേ പ്യൂരിഫിക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. കുമ്പസാരിച്ച് പാപം മോചിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ വന്നുപോയ തെറ്റുകളുടെ പരിഹാരങ്ങൾ ചെയ്തു തീർന്നിട്ടുണ്ടാവില്ല, ശുദ്ധീകരണം നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ പക്ഷേ നിത്യരക്ഷയുടെ ഉറപ്പുള്ളവരാണ്. അതായത് അവർ സ്വർഗത്തിലെത്തും എന്ന ഉറപ്പാണ്. അവർക്കിനി ആവശ്യമുള്ളത് പ്യൂരിഫിക്കേഷൻ മാത്രമാണ്. ആ പ്യൂരിഫിക്കേഷൻ നേടുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നത്. അതൊരു സ്ഥലമല്ല, ശുദ്ധീകരണ അവസ്ഥയാണ്. ശുദ്ധീകരണ അവസ്ഥ എന്നാണ് ശരിയായി പറയാവുന്നത്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരും. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അന്തിമ ശുദ്ധീകരണത്തെ സഭാ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗേറ്ററി എന്ന് വിളിക്കുന്നു. അത് ശിക്ഷിക്കപ്പെട്ടവരുടെ നരകത്തിൽ നിന്ന് എൻറ്റയർലി വിഭിന്നമാണ്. അത് സ്വർഗവും നരകവും മീൻസ് നരകത്തിൽ നരകമല്ല, നരകത്തോട് ബന്ധമില്ല.
സ്വർഗത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണ സ്ഥലം. ഈ കാര്യം ഓർത്തിരിക്കണം. സ്വർഗത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണ സ്ഥലം. കാരണം ശുദ്ധീകരണത്തിലുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരാണ്. സ്വർഗം അവകാശമാക്കിയവരാണ്. അവർക്ക് ആവശ്യമുള്ളത് അതിലേക്ക് പ്രവേശിക്കാനുള്ള ശുദ്ധീകരണം മാത്രമാണ്. കാരണം സ്വർഗം പൂർണ്ണ നന്മയായ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ഇടമാണ്. അവിടേക്ക് പരിശുദ്ധി കൂടാതെ ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം ആ ആളെ ഒരുക്കുന്ന ഇടമാണത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി തിരുസഭ പഠിപ്പിക്കുന്ന ഒരു ഗ്രിഗറി ദ ഗ്രേറ്റ് സഭാപിതാവായ മഹാനായ ഗ്രിഗറി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുൻപ് ഒരു ശുദ്ധീകരണ അഗ്നി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് സത്യം തന്നെയായവൻ പറയുന്നു. ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും എന്നാൽ മറ്റു ചിലത് വരാനുള്ള യുഗത്തിലും ക്ഷമിക്കപ്പെടാമെന്നും ഈ വാചകത്തിൽ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരണ ഇടം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതുപോലെ തന്നെ മക്കബായരുടെ രണ്ടാം പുസ്തകത്തിനകത്ത് 12:46 മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ യൂദാസ് മക്കബായ പാപപരിഹാര ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് ഒക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ കാണും. അതുപോലെ സഭയാണെങ്കിൽ തന്നെ മരിച്ചുപോയവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടി ധർമ്മദാനങ്ങൾ, ദണ്ഡവിമോചന കർമ്മങ്ങൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവയൊക്കെ ചെയ്യുന്നതൊക്കെ തിരുസഭ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മയാചരിക്കുകയും ചെയ്യാം. മരിച്ചവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മയാചരിക്കുകയും ചെയ്യാം. ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം? മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥന അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ബലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒപ്പം ദണ്ഡവിമോചനങ്ങളൊക്കെ പ്രാപിക്കുക എന്നൊക്കെയുള്ളതൊക്കെയാണ്. ഇതാണ് ശുദ്ധീകരണ. നരകത്തെക്കുറിച്ച് ഞാൻ 2 വാക്ക് ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. നരകം നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ അവിടുത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയെയാണ് നരകം എന്ന് വിളിക്കുന്നത്. നരകം ഒരു സ്ഥലമല്ല. നരകം ചുമ്മാ ദൈവം എന്നൊരാളെ ചാട്ട കൊണ്ട് തല്ലുന്ന ഒരു സ്ഥലമല്ല. പകരം പൂർണ്ണമായ തിന്മയുടെ പങ്കാളിത്തമാണ്. പൂർണ്ണമായ നന്മയിൽ നിന്നുള്ള പൂർണ്ണമായ വിച്ഛേദനം, പൂർണ്ണമായ തിന്മയിലുള്ള പങ്കാളിത്തമാണ്. സ്വർഗം നന്മയിലുള്ള പങ്കാളിത്തമാണ് എങ്കിൽ ഇത് പൂർണ്ണമായ തിന്മയിലുള്ള പങ്കാളിത്തമാണ്. ഇനി മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം, അല്ലാണ്ട് ദൈവം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മുടെ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കും. ദൈവത്തോടും വിശുദ്ധരോടുമൊക്കെയുള്ള സംസർഗത്തിൽ നിന്ന് നമ്മെ നിത്യമായി പൂർണ്ണമായി വേർപെടുത്തുന്ന അവസ്ഥയാണ് സിറ്റുവേഷൻ. അതിനെയാണ് നരകം എന്ന് വിളിക്കുന്നത്. ഇനി വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെ പറ്റി ഈശോ കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണ്. അവിടെ അവൻ്റെ ആത്മാവും നഷ്ടപ്പെടും, അവൻ്റെ ശരീരവും അവന് നഷ്ടപ്പെടും. അവന് മഹത്വകര ശരീരമില്ല, അവൻ്റെ ആത്മാവ് അവന് നഷ്ടപ്പെടും. തൻ്റെ മാലാഖമാരെ താൻ അയക്കുമെന്നും അവർ തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ തീച്ചൂളയിലേക്ക് എറിയുമെന്നും ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് നിത്യാഗ്നിയിലേക്ക് അകന്നു പോകുമെന്ന് ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നും ഈശോ നമ്മൾ താക്കീത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വിധിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. വിധിയെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈശോ അത്രമാത്രം കൃത്യമായി വ്യക്തമായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിവദിക്കും. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡകൾ അനുഭവിക്കും. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. നരകത്തിന്റെ ശിക്ഷ അവിടെ എണ്ണയിൽ പൂക്കുകയോ പൊരിക്കുകയോ എന്നുള്ളതൊന്നുമല്ല.
നന്മ മാത്രമായ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. ദൈവത്തിൽ മാത്രമാണല്ലോ മനുഷ്യന് ജീവന് സന്തോഷം ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തിനാണ് ഈ നരകത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത്? നരകം ആരെങ്കിലുമൊക്കെ മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ എന്താണ്? സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ മനുഷ്യനുള്ള ഉത്തരവാദിത്വം അത് ഓർപ്പിക്കുകയാണ്. നീ നിന്റെ സ്വാതന്ത്ര്യത്തെ വിവേകത്തോടെ ഉപയോഗിക്കണം. അത് വഴിതെറ്റിയാൽ നിനക്ക് നരകം അർഹമാകാം. അതുകൊണ്ട് നീ കെയർഫുൾ ആയിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ സഭ നരകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മാനസാന്തരത്തിലേക്കുള്ള അടിയന്തരമായ ഇൻവിറ്റേഷൻ കൂടിയാണ് നരകത്തെക്കുറിച്ചുള്ള പ്രബോധനം. അതുകൊണ്ട് നമ്മൾ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കണം. നരകത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? മാനസാന്തരത്തിലേക്കുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻവിറ്റേഷനാണ്, ശക്തമായ ഇൻവിറ്റേഷനാണ് അത്. എന്നതുകൊണ്ടാണ് നമ്മൾ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നരകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നരകമില്ല എന്നൊരിക്കലും പറയരുത്, പഠിപ്പിക്കരുത്. നരകം ഉണ്ട്. അത് ദൈവം ആരെയും വലിച്ചെറിയുന്നതല്ല. പകരം ഒരു മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് നരകം സ്വയം സ്വീകരിക്കുമ്പോൾ ദൈവം വേദനയോടെ അത് അംഗീകരിക്കുന്നതാണ് എന്ന് ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാനുള്ള ഒരു 5 മിനിറ്റ് അച്ഛാ, താങ്ക്സ് അച്ഛാ. നമ്മുടെ ക്വസ്റ്റ്യൻ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർമാരെ റെപ്രസെന്റ് ആഷമോൾ തടത്തിൽ കാൻഡമറി റീജിയനിലെ ടീച്ചറാണ്. ഓട്ടോ താങ്ക്സിനായിട്ട് ആഷമോളെ ക്ഷണിക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടൈമിലോട്ട് പോകാം. താങ്ക് യു ആഷ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛൻ്റെ എനിക്ക് പേഴ്സണലി ഈ ക്ലാസ്സിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾക്ക്, പുതിയ അറിവുകൾക്ക് ഉപരി ഒത്തിരി വ്യക്തത കിട്ടി. ഒത്തിരി കാര്യങ്ങൾക്ക് അതിന് ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സമയമില്ലാത്ത സമയത്ത് അച്ഛൻ ഈ സമയം കണ്ടെത്തി വളരെ വിശാലമായ ഒരു ടോപ്പിക്ക് ഞങ്ങൾക്ക് ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് എൻ്റെ സ്വയം വ്യക്തിപരമായ പേരിലും എല്ലാ മിഷന്റെയും പ്രതിനിധി എന്നുള്ള നിലയിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അച്ഛൻ്റെ പ്രവൃത്തി മേഖലകളിലെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാവട്ടെ. അച്ഛൻ നമ്മുടെ സഭയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. വീണ്ടും അച്ഛൻ്റെ ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് അച്ഛ. താങ്ക് യു ആഷമോൾ. അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഡൻസ് ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. അച്ഛാ, എനിക്ക് ധൃതിയുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നരകത്തിലേക്ക് ഇപ്പം മരിച്ച ഉടനെ നരകത്തിൽ പോകുന്ന ആളിന് പിന്നെ സ്വർഗത്തിലേക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രയോജനം ഉണ്ടാവുമോ? നരകത്തിലേക്ക് പോകുന്നു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നരകത്തിലേക്ക് പോയ ഒരാൾ പിന്നീട് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോയില്ല. പക്ഷേ ആ വ്യക്തി നരകത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പില്ല എന്നാണ് അതിന്റെ സത്യം. സ്വർഗത്തിൽ ഒരാൾ പോയാൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം കാനനൈസേഷൻ ഉണ്ട്. അയാളുടെ ജീവിതം വിശുദ്ധമാണെങ്കിൽ നമുക്കതറിയാം. സഭ സ്വർഗത്തിലേക്ക് പോയി എന്ന് പ്രഖ്യാപിച്ചാൽ നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ നരകത്തിൽ പോയി നമുക്ക് ഒരു ഉറപ്പുമില്ല. ഉറപ്പില്ലാത്തവ നമുക്ക് എന്താ ചെയ്യാവുന്നത്? കാരണം ആ മരണത്തിന്റെ നിമിഷത്തിൽ ആളുടെ മനസ്സിലൂടെ തീവ്രമായ പശ്ചാത്താപം കടന്നുപോയോ എന്നോ, നല്ല കള്ളന്റെ കാര്യം ഓർക്കുക. അവസാന നിമിഷങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ നല്ല കള്ളനെ വിധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ആ ആൾ കുറഞ്ഞപക്ഷ ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും ആയിരിക്കും എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു. കണ്ടീഷണലായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചത് ജിജു ആയിരുന്നോ? ജിജു മാത്യു ആയിരുന്നോ? അല്ല, ഞാൻ വത്സമയ. സോറി അച്ഛാ, is there is any use of praying for the dead? അതാണ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. എനി യൂസ് എന്നല്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കടമയുള്ളത്? കാരണം നമ്മൾ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഈശോ മിശിഹായുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. എന്നാലും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങൾ. ഈ അവയവങ്ങൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ മാത്രമല്ല, നമുക്ക് മുൻപ് ജീവിച്ചു പോയവരും നിത്യതയിലുള്ളവരും അതേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഒരു ശരീരത്തിന്റെ ഒരു അവയവം മറ്റൊരു അവയവത്തെ സഹായിക്കില്ലേ? നമ്മൾ ഉദാഹരണത്തിന് ഒരാളെ നമ്മുടെ കൈക്ക് വേദന എടുത്തു, നമ്മൾ മറ്റേ കൈ പോയിട്ട് തിരുമ്പൊക്കെ ചെയ്തില്ലേ? അങ്ങനെ ഒരു വീട്ടിലാണെങ്കിൽ അങ്ങോട്ടോട്ട് സഹായിക്കില്ലേ? പരിശുദ്ധ സഭ ഒരു കുടുംബമാണ്, ഒരു ശരീരമാണ്. അതുകൊണ്ട് ആ ശരീരത്തിന്റെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. വിശുദ്ധർ നമ്മളെ സഹായിക്കും, നമ്മൾ അവരുടെ മാധ്യസ്ഥ യാചിക്കും, അവർ നമ്മളെ സഹായിക്കും. ഈ ശുദ്ധീകരണാവസ്ഥയിലുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും.
നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ, പരിഹാര പ്രവർത്തികളൊക്കെ അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ചെയ്യണം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഫലമുണ്ട്. അവരുടെ ശിക്ഷാവിധി, അവരേറ്റെടുക്കുന്ന ശിക്ഷാവിധിയിൽ ഇളവുണ്ടാകാൻ, അതിനെ അവർക്ക് കൂടുതൽ പ്രത്യാശയോടെ സ്വീകരിക്കാൻ കഴിയാൻ ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾ സഹായകരമാകും. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നെസസറി. താങ്ക് യു സർ. സോ ഈ പരദീസയും സ്വർഗവും രണ്ടും ഒന്നാണോ, സെയിം ആണോ, അതോ രണ്ടും രണ്ടാണോ? അത് ഒരേ കാര്യത്തിന്റെ രണ്ട് പേരുകളെന്ന് വേണമെങ്കിൽ പറയാം. പറുദീസ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ എന്നുള്ള ഒരു സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെബ്രായിക് നോഷനാണ്. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവനെ പറുദീസയിലാക്കി. ഒരർത്ഥത്തിൽ രണ്ടും സമാനമാണ്. കാരണം ദൈവത്തിന്റെ ലോകത്തിലാണ് അവർ ജീവിച്ചിരുന്നത്, ദൈവത്തോടൊത്താണ് ജീവിച്ചിരുന്നത്. അപ്പം ആ അർത്ഥത്തിലാണ്. അപ്പം സ്വർഗത്തെ നമുക്ക് പറുദീസ എന്ന വാക്കുകൊണ്ടും സൂചിപ്പിക്കാം. അപ്പൊ രണ്ട് തരം വാക്കുകൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. രണ്ട് സ്ഥലങ്ങളല്ലേ അത്. പറുദീസ എന്നൊരു സ്ഥലവും സ്വർഗം എന്നൊരു സ്ഥലവും അങ്ങനെയില്ല. സ്ഥിരീകരിക്കട്ടെ. എൻ്റെ ഒരു സംശയം എങ്ങനെയാണ്, നമ്മുടെ അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മള് പിശാച്, പ്രേതം, ആത്മാവ് ഇതിനെ കൂട്ടിക്കുഴച്ചാണ് മനസ്സിലാക്കാറുള്ളത്. പിശാച് എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ അവർ ഫോളൻ ഏഞ്ചൽസ് ആണ്. നിത്യതയിൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്പിരിച്വൽ ബീയിങ്സ്. അവരവരുടെ ഡിസൊബീഡിയൻസ് വഴി അധപ്പതിച്ചതാണ് പിശാച് അഥവാ സാത്താനുണ്ട്. സാത്താൻ്റെ സ്വാധീനമുണ്ട്, സാത്താൻ്റെ ആധിപത്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ദുരാത്മാക്കൾ എന്നാണ് പറഞ്ഞത് അല്ലേ? ദുരാത്മാക്കൾ ആത്മാക്കൾക്ക് വേറെ ആത്മാക്കളുടെ മേൽ കയറാൻ പറ്റില്ല എന്ന് അച്ഛൻ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിശാചിനെ പൊതുവിൽ ദുരാത്മാക്കൾ എന്ന് വിളിക്കാറുണ്ട്. മരിച്ച ഒരു ദുഷ്ടന്റെ ആത്മാവിനെ അല്ല ദുരാത്മാക്കൾ എന്ന് വിളിക്കുന്നത്, ശരിക്കും സാത്താനെയാണ്. ഇനി ആത്മാവ് അത് വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും അതൊരിക്കലും ഭൂമിയിൽ അലഞ്ഞു നടക്കുകയൊന്നും ചെയ്യും. ദുഷ്ടാരൂപി എന്ന് പറയുന്നതാണ് ഈ ദുരാത്മാവ് എന്നൊക്കെ പറയുക. അപ്പൊ അത് ഒരു പിശാച് തന്നെയാണ് അത് അല്ല, ഒരു പിശാചെന്നല്ല, പിശാചിനെയാണ് എന്താ പറയാ, ഈവിൾ സ്പിരിറ്റ്, ആ വാക്കാണ് ഈവിൾ സ്പിരിറ്റ്, തിന്മയുടെ അരൂപി. അതാണ് ദുഷ്ട അരൂപി എന്ന് പറയുന്നത്. സാത്താനെയാണ് സൂചിപ്പിക്കുന്നത്, സാത്താനെ അർത്ഥമാക്കുന്നത്. കാരണം മരിച്ചവരുടെ ആത്മാവിനെ അല്ല. സോറി പറഞ്ഞു. അച്ഛൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും സ്വർഗത്തിലെത്താൻ പറ്റുമെന്നാണ് അച്ഛൻ പറയുന്നത്. അല്ല, അതായത് അങ്ങനെ പറഞ്ഞേയില്ല. സ്വർഗത്തിൽ പോകുന്നതിന് മാമോദീസ ആവശ്യമുണ്ട്. ഈശോ പറഞ്ഞു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഈശോ മിശിഹായുടെ ശരീരത്തോട് ഇന്നലെ നമ്മൾ പറഞ്ഞു ഓർക്കുക, ഒട്ടിച്ചു ചേരുന്നതിനെയാണ് മാമോദിസ എന്ന് പറയുന്നത്. മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നാൽ പിന്നെ ഈശോയുടെ ജീവനാണ് നമ്മുടെ മേലോട്ട് ഒഴുകുന്നത്. അതുകൊണ്ട് താഴ്ത്തണ്ട് നിലനിൽക്കുവോളം, മിശിഹ നിലനിൽക്കുവോളം നിത്യതയിൽ നമ്മൾ ജീവിക്കും. അപ്പം അതുകൊണ്ട് ഈശോയുടെ ശരീരം സ്വീകരിക്കുകയും ഈശോയുടെ ശരീരത്തെ ഒട്ടിച്ചു ചേരുകയും ഉദാശകൾ സ്വീകരിക്കുകയും വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ പോകുക. മാമോസ സ്വീകരിച്ചെന്ന് കരുതി എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. വിശുദ്ധിയിൽ കൃപാവരത്തിൽ നിലനിൽക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുക. ഇനി അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്ത ആളുകളുടെ എല്ലാവരും നരകത്തിൽ പോകുമോ എന്നാണ് ചോദ്യം. നന്മ ചെയ്ത എല്ലാവരോ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരോ നന്മ ചെയ്ത ആളുകളെല്ലാം അതുകൊണ്ട് നരകത്തിൽ പോകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അഥവാ അക്രൈസ്തവർ നരകത്തിൽ പോകുമെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഈശോയാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷാ മാർഗമെന്നും, ഈശോയിലൂടെ രക്ഷയുള്ളെന്നും സഭയിലൂടെ മാത്രമാണ് രക്ഷയുള്ളതെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെടണം. ഇത് രണ്ടും കഴിഞ്ഞിട്ടും സഭയെ സ്വീകരിക്കാത്ത ആളുകൾ രക്ഷ പ്രാപിക്കുകയില്ല. ഇതാണ് സഭയുടെ പ്രബോധനം. രക്ഷ പ്രാപിക്കുകയില്ല. എങ്ങനെയുള്ള ആളുകൾ? ഈശോയാണ് ഏകരക്ഷകനെന്നും സഭയാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗമെന്നും അറിഞ്ഞു, ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി പാടാണ്. സമൂഹത്തിൽ എനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യത്തിന് ക്രിസ്ത്യാനിറ്റിയെ പുൽകല് അത്ര നല്ലതല്ല, therefore ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് കരുതുന്ന ഒരാൾ രക്ഷ പ്രാപിക്കുകയില്ല. ഇനി
അതിനകത്ത് 2-3 വാക്കുകൾ ശ്രദ്ധിച്ചേ. അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിരുന്നാണ് പറഞ്ഞത്. അറിയാത്ത ആളുകളുടെ കാര്യം എന്താണ്? ഉദാഹരണത്തിന് ഇങ്ങനെ സങ്കല്പിക്കുക, ആഫ്രിക്കയിലെ ട്രൈബിന്റെ നടുക്കുള്ള, വനത്തിന് നടുക്കുള്ള ഒരു പർട്ടിക്കുലർ ട്രൈബ്, ലോകം വെളിച്ചം കണ്ടിട്ടുള്ള ഒരു ട്രൈബ്, അവർ ഈശോയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. അപ്പൊ അവരുടെ കാര്യം എന്താകും? അവർ സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും? എന്ന് പറയാൻ പറ്റത്തില്ല. അവര് ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇനി പറയണ കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെ കണ്ടീഷൻ? ഒന്ന്, അവര് സ്വതന്ത്ര ഹൃദയത്തോടെ ദൈവത്തെ നിരന്തരം തേടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഒരു കല്ലോ മണ്ണോ എന്നതിലൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ അതിന് അവർ നിൽക്കാതെ സത്യദൈവം ആരാണ് എന്ന് ആത്മാവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. 2, തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും അനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ അവരുടെ ധാർമ്മികത അനുസരിച്ച് 4 പേര് കൂടി കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ അവരുടെ നിയമം വിചാരിച്ചു. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയാണ് പറഞ്ഞ അർത്ഥം എന്താ? അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി കിട്ടിയാൽ അതും അനുസരിച്ചിട്ടുണ്ടായേനെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിലും ധാർമ്മികതയിൽ നിലനിന്നുണ്ടാവും. 3, മനസാക്ഷിയെ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാവും, അഥവാ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? മനസാക്ഷിയിൽ സംസാരിക്കുന്ന ദൈവമാണ്. ഇത്രയും ചെയ്തിട്ടുള്ള ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പോകും. പിടിയോ? അല്ലാണ്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകത്തില്ല. കേട്ടിട്ടില്ലാത്തവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മനസാക്ഷി അനുസരിച്ച് ജീവിക്കുകയും ലഭിച്ചിട്ടുള്ള അറിയാവുന്ന ധാർമ്മികതയ്ക്ക് അനുസരിച്ച് നിലനിൽക്കുകയും എന്നാൽ ദൈവം ആരാണ് എന്ന് ശുദ്ധ ഹൃദയത്തോടെ നിരന്തരം തപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ പോകും എന്നാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞില്ല, ബോധ്യപ്പെട്ടില്ല എന്നുകൊണ്ട് ആർക്കും സ്വർഗം കിട്ടില്ല. അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്തവർ ഈ പറഞ്ഞതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ഇന്നലത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണേ. ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നിടത്ത് യേശു പറയുന്നുണ്ട്, ആ സമയമോ കാലമോ പിതാവിനല്ലാതെ വേറാർക്കും അറിയില്ലെന്ന്, പുത്രന് പോലും അറിയില്ലെന്ന്. അപ്പൊ പുത്രന്റെ ജ്ഞാനമണ്ഡലത്തിൽ നിന്ന് ഇത് മറയ്ക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ വരുമ്പം ഈശോയുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് ദൈവമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ ഒന്നാമത്തെ കാര്യം, ഈശോ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല എന്ന്. അതുപോലെ പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്, പിതാവും ഞാനും ഒന്നാണ് എന്ന് ഒക്കെ സംസാരിക്കുന്ന ഈശോയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പിതാവും ഈശോയും ഒന്നാണ് എന്ന്. ഈശോ ദൈവമാകയാൽ ദൈവത്തിൽ നിന്ന് ഒന്നും അജ്ഞാതമല്ല, ദൈവത്തിൽ നിന്നൊന്നും മറയ്ക്കപ്പെടുന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ഈശോ ഈ പറയുന്നത് ഒരു പ്രത്യേക ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ്. എന്താണ് ചോദ്യം? ലോകാവസാനം എപ്പോൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ലോകാവസാനം എപ്പോഴാണ്? ജിജ്ഞാസ കൊണ്ടിരിക്കുക, എപ്പോഴാണ് ലോകാവസാനം? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണ് ഉത്തരത്തിന്റെ പ്രശ്നം? ലോകാവസാനം 2027 ജനുവരി 1-ാം തീയതിയാണ് എന്ന് ഈശോ പറഞ്ഞു എന്ന് കരുതുക. എന്തായിരിക്കും ബാക്കി? 26 ഡിസംബർ 31 വരെ നമുക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. എന്നിട്ട് 31-ാം തീയതി പോയിട്ട് വലിയ നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കാം. അതൊരു അപകടാവസ്ഥയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അതിന് ഉത്തരവില്ല. ഒരു പിന്നെയും ചോദിക്കുകയാണ്. അപ്പൊ ഈശോ പറയാണ്, പിതാവിനല്ലാതെ പുത്രന് പോലും അറിയത്തില്ല. ആ ഉത്തരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഞാനതിപ്പോൾ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ടീച്ചർ, ക്ലാസ് ടീച്ചർ അമ്മ തന്നെയാണ്, സ്വന്തം അമ്മയാണ് ക്ലാസ് ടീച്ചർ. കൊച്ചു പോയിട്ട് അമ്മയോട് ചോദിക്കും, അമ്മ പറയാമേ എനിക്കാണ് ഫസ്റ്റ് പറ പ്ലീസ് എനിക്ക് പറ. അപ്പൊ അമ്മ പറയും, എടാ എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, അത് പ്രിൻസിപ്പളിലേക്ക് കൊടുത്തില്ലേ, എനിക്കിങ്ങനെ അറിയാം, അനൗൺസ് ചെയ്യാം, അന്നേരം നീ കേട്ടാൽ മതി എന്ന് പറയില്ലേ. എന്ന് പറയുന്നത് പോലെ ഈശോ പറയുകയാണ്, നീ അത് അറിയേണ്ട കാര്യമില്ല. പകരം നീ എന്താണ് അറിയേണ്ടത്? സദാ ജാഗരൂകരായിരിക്കണം, സ്ഥിരമായി ജാഗരൂകരായിരിക്കണം. കള്ളനെ പോലെ വരും, യജമാനൻ തിരിച്ചു വരുന്നത് പോലെ വരും. ഏത് സമയത്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എപ്പോഴും ഒരുങ്ങിയിരിക്കും. അല്ലാതെ നീ ആ സമയം ചോദിച്ച് നടക്കരുത്. ലോകാവസാനം ഇപ്പോഴാണ് അപ്പോഴാണ് എന്ന് തപ്പി നടക്കരുത്. അതല്ല നീ ചെയ്യേണ്ടത് എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അത് നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഒരു തമാശ കലർന്ന അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ആൻസറാണ്. ഇപ്പം നമ്മൾ ചില കാര്യത്തിലെ ദൈവത്തിന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയാൻ അറിയത്തില്ലെന്നാണ് അർത്ഥം. അത് അവർക്ക് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഈശോ പറയുകയാണ്, എന്തായാലും നിങ്ങളിപ്പോൾ അത് അറിയിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പിതാവിനല്ലാതെ പുത്രന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത്. ദൈവം പൂർണ്ണമായ ജ്ഞാനമുള്ള ദൈവിക വ്യക്തികളായതുകൊണ്ട് ദൈവത്വത്തിനകത്തൊന്നും മറച്ചു വെക്കുന്നു.
ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വെച്ചാൽ മേരി എന്നയാളാണ്. അതിൽ നമ്മൾ എത്ര നാള് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യുഗാന്ത്യം വരെ. കാരണം ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്നവരെ സംബന്ധിച്ച് സമയം എന്നൊരു സൂത്രമില്ല. സമയം എവിടെയാ ഉള്ളത്? ഭൂമിയിലാണ് ഉള്ളത്. ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് ഇവിടെ മണിക്കൂറുകൾ, ദിവസങ്ങൾ ഒക്കെ ഉള്ളത്, മിനിറ്റുകളൊക്കെ ഉള്ളത്. അത് നിത്യതയാണ്. പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ യുണൈറ്റഡ് ഇൻ ദ പ്രസന്റ്. അതിനെയാണ് എറ്റേണിറ്റി അഥവാ നിത്യത എന്ന് പറയുന്നത്. നിത്യതയിലായിരിക്കുന്ന അവർക്ക് ദിവസം കാലമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്ര ദിവസം പ്രാർത്ഥിച്ചാൽ മതി എന്നൊന്നുമല്ല, ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും എന്നാണ് എൻ്റെ ഉത്തരം. എനിക്കൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് അത് ട്രിനിറ്റിയുടെ കണ്ടിന്യൂഷനെ കുറിച്ച് പറയുന്നതാണ്. പൗരസ്ത്യ സഭകളല്ല, പാശ്ചാത്യ സഭയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കുന്നത്. പൗരസ്ത്യ സഭകൾ അവരുടെ ദൈവശാസ്ത്രത്തിൽ, നമ്മുടെ ദൈവശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ എന്ന് പറഞ്ഞാൽ ഇവർ മൂന്നും ഒരസ്തിത്വത്തിന്റെ തുടർച്ചയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സെയിം സത്തയാണ്, സെയിം ഇൻ എ സെൻസ് ദേ ആർ സെയിം. ഒരസ്തിത്വത്തിന്റെ കണ്ടിന്യൂറ്റിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അച്ഛാ. മരണത്തിന് ശേഷം ശരീരം മഹത്വീകൃത ശരീരമായിട്ട് സ്വർഗത്തിലോട്ട് പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ നരകത്തിലോട്ട് പോകുന്ന ശരീരത്തിന്റെ രൂപത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. മഹത്വമില്ലാത്ത ശരീരം, മഹത്വമില്ലാത്ത, പ്രഭയില്ലാത്ത, നമുക്കതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വിശുദ്ധഗ്രന്ഥം തരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ മാത്രമാണ് പറ്റുക. നാരകീയ ശരീരം എന്ന് വേണം. നാരകീയ ശരീരം. എല്ലാ നന്മയും ഉള്ളതാണ് സ്വർഗീയ ശരീരമെങ്കിൽ ഒരു നന്മയും ഇല്ലാത്ത ഒരു ശരീരത്തെ എന്തുമാത്രം ഭാവന ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്താണ് എന്ന് മാത്രം കരുതും. Thank you, sir. There's another question in the chat box, question from John. ചോദിച്ചിരിക്കുന്നത് മാത്യു ചാപ്റ്റർ 25:35 words about the feeding hungry etc. the deeds which get heaven and that means contradicting others, and how do we explain our faith and deeds to get heaven? മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. John, can you explain what you mean? സുശേഷി 25-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയത്തില്ലേ, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. അല്ലപ്പോ ഞാൻ പറയുന്നത് നമ്മുടെ ഫെയ്ത്തും നമ്മുടെ ഡീഡ്സും, അപ്പൊ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. പ്രവൃത്തിയാണോ നമ്മളെ രക്ഷിക്കുന്നത്? അപ്പൊ അതിനകത്ത് അതായത് ഇത് രണ്ടും സെപ്പറേറ്റ് കാര്യങ്ങളല്ല. വിശ്വാസവും പ്രവൃത്തിയും കൂടെ കൂടുന്നതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. പ്രവൃത്തികൾ കൂടാത്ത വിശ്വാസം മൃതമാണ്, ജഡമാണ് എന്ന് നമ്മൾ പഠിക്കും. ഇനി വിശ്വാസം എന്ന് പറയാം, വിശ്വാസം കൊണ്ടാണ് നീ രക്ഷ പ്രാപിക്കുന്നതെന്ന് പൗലോസ്യയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലൊരു തോന്നലല്ല, പ്രവൃത്തി കലർന്നതാണ് വിശ്വാസം. പ്രവൃത്തി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ മാത്രമേ വിശ്വാസം എന്ന് വിളിക്കുക തന്നെയുള്ളൂ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ പ്രവൃത്തികളുണ്ട്. ഉദാഹരണത്തിന് സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് തന്നെ സ്നേഹത്തിന്റെ പ്രവൃത്തികളില്ലാത്ത ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് നോക്കി. ഇപ്പൊ എനിക്ക് ഒരപ്പന് കൊച്ചിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നു, പക്ഷെ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയുമില്ല, സ്നേഹത്തിന്റെ ഒരു നോട്ടം പോയിട്ട് സ്നേഹത്തിന്റെ ഒന്നുമില്ലാത്ത ഒരു സ്നേഹം ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. കാരണം സ്നേഹത്തിനകത്ത് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ട്. ആ പ്രവൃത്തികൾ കൂടി ചേർന്നാണ് സ്നേഹത്തെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് സെപ്പറേറ്റ് റിയാലിറ്റീസ് അല്ല. അപ്പൊ പ്രവൃത്തി ചുമ്മാ കുറച്ച് പ്രവൃത്തി ചെയ്യുന്നവർക്ക് വിശ്വാസമാവില്ല. കുറെ നന്മ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട്, നല്ലതെന്ന് എണ്ണുന്ന കുറെ പ്രവൃത്തി ചെയ്തുകൊണ്ട് പുണ്യമാവത്തില്ല. വിശ്വാസം ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പുണ്യമാവത്തില്ല. വിശ്വാസത്തിൽ നിന്ന് തുടരുന്ന, വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രവൃത്തികൾ, അവയെ മാത്രമാണ് സുഹൃതങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരാൾ പോയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യമൊക്കെ ചെയ്തിട്ട് വരുന്നു, ഒരു പണിയെടുത്തിട്ട് വരുന്നു എന്ന് പറയുന്ന പോലത്തെ കാര്യത്തിലല്ല. വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. വിശ്വാസവും പ്രവൃത്തിയും കൂടി ചേരുന്നതിന് മാത്രമാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളതിന് മാത്രമേ സ്വർഗത്തിലേക്ക് കാരണമാകൂ. നമുക്ക് എന്നാൽ പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, ഈ മതാധ്യാപകരെ, വിശ്വാസ പരിശീലകരെ അവിടുന്ന്
ശക്തമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ളത് നൽകണമേ. വലിയ വിശ്വാസവും വിശുദ്ധിയും അവിടുന്ന് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ചറിയാനുമുള്ള മനസ്സും ആഗ്രഹവും നൽകണമേ. നല്ല ഈശോയെ, ഇവരെ അവിടുന്ന് നല്ല വിശ്വാസ പരിശീലകരായി ഉയർത്തണമേ. അങ്ങയുടെ കൃപകളിൽ അവിടുന്ന് ഇവരെ നയിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംസിഹായിക്ക് So much, Thank you very much, അച്ഛാ. എല്ലാവരും ലിങ്ക് താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു. ജോസ് മോനെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയില്ല കേട്ടോ.